യുവർ എക്സാംസ്. അത് കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഐ തിങ്ക് ഐ വിൽ ഷെയർ മൈ സ്ലൈഡ്സ് ഇനിഷ്യലി. ഓക്കെ, is it visible? Yes. Okay. Okay, so Unit 1, Computer Organization and Architecture, Module 1, രണ്ട് സെക്ഷൻസ് ആയിട്ടാണ് അവർ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ബേസിക് സ്ട്രക്ചർ ഓഫ് കമ്പ്യൂട്ടേഴ്സും ബേസിക് പ്രോസസ്സിംഗ് യൂണിറ്റുമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ സ്ട്രക്ചർ ഓഫ് കമ്പ്യൂട്ടേഴ്സ് നമുക്ക് ചെറുതിൽ മുതൽ പഠിച്ചു വരുന്നതാണ്. ഫങ്ഷണൽ യൂണിറ്റ്സ് ആണ് അതിൽ മെയിൻ ഇനിഷ്യലി വരുന്നത്. അത് മിക്കവാറും തിയറിയിൽ വരുന്ന ഒരു മെയിൻ ക്വസ്റ്റ്യൻ ആയിട്ട് എസ് ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ദെൻ ബേസിക് ഓപ്പറേഷൻ കൺസെപ്റ്റ്സ്, അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെയാണ് ഒരു പെർട്ടിക്കുലർ ഓപ്പറേഷൻ, ഒരു പെർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ആവുന്നത് എന്നതാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ബസ് സ്ട്രക്ചേഴ്സ് ആണ്. ബസ് സ്ട്രക്ചേഴ്സ്, മെമ്മറി ലൊക്കേഷൻ ആൻഡ് അഡ്രസ്, മെമ്മറി ഓപ്പറേഷൻസ്. Excuse me, ma'am. Yeah. Yes. Ma'am, slides ചേഞ്ച് ആവുന്നില്ല. ആണോ? ഓക്കെ, വെയിറ്റ്. ഈ സ്ലൈഡ് ആണല്ലേ? ഓക്കെ. Okay, so move on to the next slide. Processing unit, single bus and multiple bus organization, fundamental instruction cycles ഇതൊക്കെയാണ്. അപ്പൊ മൊത്തത്തിൽ ഒരു കമ്പ്യൂട്ടറിന്റെ ഇതിനകത്ത് ഇപ്പൊ ഈ ഇമേജ് നിങ്ങൾ കാണുന്നതെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചറിൽ ഇതിലുള്ള എല്ലാ പോർഷൻസും കവർ ചെയ്ത് പോവാണ് ചെയ്യുന്നത്. ഒരു കമ്പ്യൂട്ടറിന്റെ ആർക്കിടെക്ചർ ആസ് വെൽ ആസ് ആൻഡ് ഓർഗനൈസേഷൻ എന്നുള്ള ബേസിലാണ് ഈ സബ്ജക്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അറിയാം, നമ്മൾ മെയിൻ ആയിട്ട് സിസ്റ്റം എടുത്ത് ഇങ്ങനെ നോക്കുവാണെങ്കിൽ അതിലെ മെയിൻ പോർഷൻസ് ആണ് ഇതിൽ ഇപ്പൊ ഹൈലൈറ്റ് ചെയ്ത് അവർ വെച്ചിരിക്കുന്നത്. നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഉണ്ട്, അതെല്ലാം പോർട്സിനോട് കണക്ട് ചെയ്തിരിക്കുന്നു. നമ്മുടെ ഐയുടെ ഭാഗമായിട്ട് വരും. ഐയുടെ ഭാഗത്തിൽ പിന്നെ വരുന്നതാണ് നമ്മുടെ ബസ്. ഈ ബസ് വഴിയാണ് അതിലുള്ള മറ്റ് എല്ലാ ഡിവൈസിലേക്കും അല്ലെങ്കിൽ എല്ലാ സെഷനിലേക്കും ഡേറ്റ എത്തുന്നത്. സോ ബസ് ഒരു ട്രാൻസ്പോർട്ടിംഗ് ഏജന്റ് ആണെന്ന് പറയാം. സോ യു കൻ സി മദർ ബോർഡിലാണ് നമ്മുടെ പ്രോസസ്സറും അതുപോലെ റോമും ഉള്ളത്. റോം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, റീഡ് മെമ്മറി ആണ്. Then processor ആണ് മെയിൻ എൻറ്റിറ്റി where all the processing happens. And ബസ്സിൽ കണക്ട് ചെയ്തിരിക്കുന്ന റാം അതുപോലെ ഹാർഡ്വെയർ ഡിവൈസസ് ഉണ്ട്. Then additional other devices like CD, floppy drives അതൊക്കെ. അപ്പൊ ഇതില് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആർക്കിടെക്ചർ ഇറ്റ് വുഡ് ആക്ച്വലി റെഫർ ടു ദോസ് ആട്രിബ്യൂട്ട് ഓഫ് സിസ്റ്റം visible to a programmer or another way those attributes that have a direct impact on the logical execution. Ma'am, yes. Ma'am, അത് സ്ക്രീൻ ഷെയർ ചെയ്തേക്കുന്ന അതുകൊണ്ടാന്ന് തോന്നുന്നു സ്ലൈഡ് മാറാത്ത. ആണോ? ഓക്കെ, ഓ യാ ഓക്കെ. അപ്പം ഇങ്ങനെ തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്യാം. മേ ബി സ്ലൈഡ് ഷോ വേണ്ട. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ആക്ച്വലി റെഫർ ടു ഓപ്പറേഷണൽ യൂണിറ്റ്സ്, ഇന്റർ കണക്ഷൻസ് ഒക്കെയാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ ബേസ് പറയുമ്പോൾ ആർക്കിടെക്ചറിൽ കൂടുതലും നമ്മൾ ഇൻസ്ട്രക്ഷൻ സെറ്റ്, നമ്പർ ഓഫ് ബിറ്റ്സ് ഒക്കെയാണ്. നമുക്കറിയാം ഓരോ സിസ്റ്റത്തിലും ഓരോ ഡിഫറെന്റ് ടൈപ്പ് പ്രോസസ്സേഴ്സ് ആയിരിക്കും. ഓരോ പ്രോസസ്സിന് അതിൻ്റെതായ പ്രോപ്പർട്ടീസ് ഉണ്ട്. പ്രോസസ്സറിന്റെ പ്രോപ്പർട്ടീസിൽ വരുന്നതാണ് അത് എത്ര ബിറ്റ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യും, അത് ഏത് പെർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ സെറ്റിൽ വർക്ക് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ, അതിന് എന്തൊക്കെ ഡേറ്റ ടൈപ്സ് മാനേജ് ചെയ്യാൻ കഴിയും, ഇതൊക്കെയാണ് ആർക്കിടെക്ചറിന്റെ പോർഷനിൽ വരിക. അത് ഓർഗനൈസേഷൻ വരുമ്പോൾ എല്ലാ ഹാർഡ്വെയർ ഡീറ്റെയിലിംഗ് ആണ് with respect to transparent to the program. അതായത് കൺട്രോൾ സിഗ്നൽ, ഇന്റർഫേസസ്, പെരിഫറൽസ്, മെമ്മറി, ഏതൊക്കെ ടൈപ്പ് മെമ്മറി ആണ് യൂസ് ചെയ്യുന്നത്, ഈ വക കാര്യങ്ങളാണ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് പറയാം. അപ്പൊ ഇതാണ് ഫങ്ഷണൽ യൂണിറ്റ്. നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ളതാണ് ഫങ്ഷണൽ യൂണിറ്റ്. ഇതാണ് അതിന്റെ ഒരു ബേസിക് ഇമേജ് നമ്മൾ വരയ്ക്കുക. എസ് എ ആയിട്ടൊക്കെ വരാറുണ്ട്. എസ് എ ആയിട്ട് വരുമ്പോൾ എന്തായിരുന്നാലും ഇമേജ് വരയ്ക്കണം.
പ്ലസ് അത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓർഗനൈസേഷനിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് മെമ്മറി ALU, അതായത് പ്രോസസറിന്റെ അകത്ത് നമ്മൾ 2 യൂണിറ്റ്സ് ആയിട്ടാണ് മെയിൻ ആയിട്ട് പറയാം, ALU ആൻഡ് കൺട്രോൾ യൂണിറ്റ്. ഇതെല്ലാം ഡീറ്റെയിൽ ചെയ്ത് ഡിഫൈൻ ചെയ്യണം. കഴിവത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഒക്കെ എക്സാമ്പിൾസ് കൊടുക്കാം. ALU അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റിനെ കുറിച്ച് അതിൽ എക്സിക്യൂഷൻസും കാര്യങ്ങളൊക്കെ പറയാം. കൺട്രോൾ യൂണിറ്റ് അതിന്റെ ഇമ്പോർട്ടൻസ് പറയാം. ദെൻ മെമ്മറി, ടൈപ്സ് ഓഫ് മെമ്മറി പറയാം. മെമ്മറി ഏതെല്ലാം ബേസിസിലാണ് നമ്മൾ അതിന്റെ എന്താണ് സ്പീഡ് വൈസ് ആണോ, എന്തിന്റെ ബേസിസിലാണ് നമ്മൾ അതിനെ വിലയിരുത്തുക, അത് പറയാം. വിത്ത് റെസ്പെക്ട് ടു ദ സൈസ്, വിത്ത് റെസ്പെക്ട് ടു ദ പ്രൈസ് നമ്മൾ എപ്പോഴും മെമ്മറിയെ വിലയിരുത്താറുണ്ട്. നമുക്കറിയാം ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള മെമ്മറി എന്ന് പറയുന്നത് നമ്മുടെ രജിസ്റ്റേഴ്സ് ആണ്. രജിസ്റ്റേഴ്സിന്റെ തൊട്ട് താഴെയാണ് ക്യാഷ് മെമ്മറി വരിക, ക്യാഷിന്റെ താഴെയാണ് നമ്മുടെ മെയിൻ മെമ്മറി, അതിന് താഴെ സെക്കൻഡറി സ്റ്റോറേജ്, അങ്ങനെയാണ്. സോ അപ്പം അത് ഞാനിപ്പോ മുകളിൽ നിന്ന് സ്പീഡ് വൈസ് ആണ് പറഞ്ഞതെങ്കിൽ കോസ്റ്റ് വൈസ് പറയുവാണെങ്കിൽ ഏറ്റവും എന്താണ് കോസ്റ്റ്ലി ആയിട്ടുള്ളത് ഏറ്റവും ടോപ്പ് ലിപ്പിൽ ആളാണ്, ഏറ്റവും കോസ്റ്റ് എഫിഷ്യന്റ്, അത് നമുക്ക് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാവുന്നത് ഒരു സെക്കൻഡറി സ്റ്റോറേജ് ആയിരിക്കും. സോ അപ്പം അത് ഓർക്കുക. അങ്ങനെ എന്തെല്ലാം പോയിന്റ്സ് അതിൽ മെയിൻ ആയിട്ട് ഉണ്ടോ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് എഴുതുന്നതായിരിക്കും ബെനിഫിറ്റ്. എസ്പെഷ്യലി essay ആണെങ്കിൽ അതെല്ലാം ഇറ്റ്സ് ഫ്യൂ മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ചെറിയ ബേസിക് ഡെഫിനിഷൻസ് മാത്രം ഇൻക്ലൂഡ് ചെയ്താൽ മതി. അതുപോലെ വരുന്ന അടുത്ത ഇമ്പോർട്ടന്റ് ആണ് എങ്ങനെയാണ് ഒരു ഫെച്ച് എക്സിക്യൂട്ട് സൈക്കിൾ പെർഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷനിൽ വരുന്ന ഇമ്പോർട്ടന്റ് പോർഷൻ ആണത്. നമുക്കറിയാം അത് സിസ്റ്റത്തിലേക്ക് ഇൻഫർമേഷൻ വരുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് വഴിയാണ്. വരുന്ന എല്ലാ ഇൻഫർമേഷനും മെമ്മറിയിലേക്കായിരിക്കും വരിക, അല്ലെങ്കിൽ സെക്കൻഡറി സ്റ്റോറേജിലേക്കാണെന്ന് വിചാരിക്കുക. സെക്കൻഡറിയിലാണെങ്കിലും എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് മെയിൻ മെമ്മറിയിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, അപ്പൊ മെയിൻ മെമ്മറിയിൽ വന്നതിന് ശേഷമാണ് ഇതിലിപ്പോ ഫെച്ച് സൈക്കിൾ കാണിക്കുന്നത്. സോ ഫെച്ച് ചെയ്ത ഡേറ്റ ഇറ്റ് വുഡ് ബി കമ്മിങ് ഇൻ ടു ദ റാമിൽ ഫെച്ച് ചെയ്ത ഇൻഫർമേഷൻ അവർ കൺട്രോൾ യൂണിറ്റിൽ കൊടുക്കും. അതായത് കൺട്രോൾ യൂണിറ്റിലാണ് അത് ഡീകോഡ് ചെയ്യപ്പെടുന്നത്. നിങ്ങൾക്ക് IR രജിസ്റ്റർ ഒക്കെ ഓർമ്മ ഉണ്ടാവുന്ന വിചാരിക്കുന്നു, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. അപ്പൊ ആ ഇൻസ്ട്രക്ഷൻ അവരോട് ഡീകോഡ് ചെയ്ത് ഐഡന്റിഫൈ ചെയ്യണം എന്താണ് പെർഫോം ചെയ്യേണ്ടത്. അതിലൊരു അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ ഇറ്റ് വുഡ് ബി പാസ് ഓൺ ടു ദാറ്റ്, അല്ലെങ്കിൽ ഇറ്റ് വുഡ് ബി ഗോയിങ് ബാക്ക്. ഓക്കെ, സോ അരിത്തമെറ്റിക് ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ അവിടെ ഒരു എക്സിക്യൂഷൻ പെർഫോം ചെയ്യുന്നു. ആ എക്സിക്യൂട്ട് ചെയ്ത റിസൾട്ട് അഗൈൻ ഇറ്റ് വിൽ ബി കമ്മിങ് ആൻഡ് സ്റ്റോർ ബാക്ക് ഇൻ ദ മെയിൻ മെമ്മറി. അതുകൊണ്ടാണ് ഈ ഒരു സൈക്ലിക് ഇതായിട്ട് കാണിക്കുന്നത്. നിങ്ങൾക്ക് ശരിക്കും ബേസിക് ഓപ്പറേഷൻ കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു പെർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ വെച്ച് അതിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടാണ് ഇത് ടെക്സ്റ്റിലൊക്കെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് ബേസിക് ഓപ്പറേഷൻ കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഇമേജ് ആണ് വരയ്ക്കേണ്ടത്. ഇതിൽ നോക്കുക, നമ്മൾ പ്രൊസസറിനെ കാണിക്കുന്നുണ്ട്. പ്രൊസസറിന്റെ അകത്ത് ഇതിൽ സ്പെസിഫിക്കലി നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്ത് കാണിക്കുന്നത് രജിസ്റ്റേഴ്സ് ആണ്. രജിസ്റ്റേഴ്സിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് കരുതുന്നു. രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൽക്കാലികമായിട്ട് നമ്മുടെ പ്രൊസസറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേഗത്തിൽ ഇപ്പൊ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്യാവുന്ന ഒരു സ്ഥലമാണ് രജിസ്റ്റർ. അങ്ങനെ നമുക്ക് അതിനെ കാണാം. നമ്മള് ഇതിൽ തന്നെ പല ഇൻസ്ട്രക്ഷൻ നമ്മൾ അക്യുമുലേറ്റർ എന്ന് പറയുന്നുണ്ട്. പ്രൊസസറിലെ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഇതായിട്ട് നമ്മൾ താൽക്കാലത്തേക്ക് എല്ലാം സ്റ്റോർ ചെയ്യാൻ വെക്കുന്ന ഒരു ഇതായിട്ടാണ് അക്യുമുലേറ്ററിനെ പറയുന്നത്. സോ ഓക്കെ, ഇതിലുള്ള രജിസ്റ്റേഴ്സ് നോക്കുക. MAR മെമ്മറി അഡ്രസ് രജിസ്റ്റർ ഉണ്ട്. ദെൻ MDR ഇസ് അഗൈൻ മെമ്മറി ഡേറ്റ രജിസ്റ്റർ. ദെൻ നമുക്ക് PC ഉണ്ട്, program counter, which is very important. Then IR, it is an instruction register. Then നമുക്കുള്ളത് general purpose register ആണ്. General purpose register ന്റെ എണ്ണം it will always be dependent on the type of processor you are holding. 8 ബിറ്റ് ഉള്ള പ്രോസസ്, 8 ബിറ്റ് പ്രോസസ് ചെയ്യുന്ന പ്രോസസർ ആണെങ്കിൽ അതൊരു 8 ബിറ്റ് ആണ് അതിന്റെ ഇതെങ്കിൽ അതിന്റെ അകത്ത് 8 രജിസ്റ്റേഴ്സ് എന്നുള്ള ഒരു കണക്കിലാണ് പോകുന്നത്. അപ്പൊ ഇവിടെ ഇപ്പോ R0 to Rn-1 എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ 8 ആണെങ്കിൽ R0 to R7 എന്ന് വരും. അതാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നെ ALU ആൻഡ് കൺട്രോൾ യൂണിറ്റിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് അറിയാം. എല്ലാ തരത്തിലുള്ള സിഗ്നൽസും അവിടെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. എല്ലാ തരത്തിലുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസും ALU ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം ഇതിലെ ബേസിക് ഓപ്പറേഷന്റെ ആ ഇൻസ്ട്രക്ഷന്റെ ഫ്ലോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് കരുതുന്നു. നമ്മൾ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രോഗ്രാം കൗണ്ടറുകളായിരിക്കും ആദ്യത്തെ സ്റ്റാർട്ടിംഗ് അഡ്രസ് വന്നിട്ടുണ്ടാവുക. ആ പ്രോഗ്രാം കൗണ്ടറിൽ ഇരിക്കുന്ന ആ അഡ്രസ് ലൊക്കേഷന് നമ്മൾ എന്താണ് ഫെച്ച് ചെയ്യും. അതായത് പ്രോസസർ ഇസ് റിക്വസ്റ്റിംഗ് ദാറ്റ് പെർട്ടിക്കുലർ അഡ്രസ് ഫ്രം മെമ്മറി. ആ അഡ്രസ്സിൽ എന്ത് ഇൻഫർമേഷൻ ആണോ അത് MDR-ലേക്ക് പാസ് ചെയ്ത് വരും. അതാണ് നമ്മുടെ വിശ്വാസം. അപ്പം പ്രോഗ്രാം കൗണ്ടറിലുള്ള ആ ഇൻഫർമേഷൻ MAR രജിസ്റ്റർ വഴി ആ റിക്വസ്റ്റ് MAR രജിസ്റ്ററിലേക്ക് പോകുമ്പോൾ അത് റീഡ് റിക്വസ്റ്റ് ആണ്. അപ്പം റീഡ് കൺട്രോൾ സിഗ്നൽ ജനറേറ്റ് ചെയ്യും മെമ്മറിയിലേക്ക്. അത് റീഡ് ചെയ്ത് അതിലെ എന്ത് ഇൻഫർമേഷൻ ആണോ അത് ഇവിടേക്ക് വരും. ആ ഇൻസ്ട്രക്ഷൻ നമ്മൾ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്കാണ് കൊടുക്കുന്നത്. IR ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ആണ് ഡീകോഡിംഗ് ഓപ്പറേഷൻ ചെയ്യുന്നത്. ആ ഡീകോഡ് ചെയ്തിട്ട് ഇഫ് ദാറ്റ് വോണ്ട് കണ്ടെയ്ൻ എനി അരിത്തമാറ്റിക് ഓപ്പറേഷൻ അങ്ങനെയാണെങ്കിൽ അത് അതിലേക്ക് പോകും. ആൻഡ് ALU operations will be performed. Then the result will be stored back into the
മെമ്മറി ലൊക്കേഷൻ. അതിനാണ് MDR നമുക്ക് ബൈ ഡയറക്ഷണൽ ആയിട്ടാണ് പ്രോസസ്സറിന് MDRലുള്ള കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ അത് നിങ്ങൾക്ക് അറിയുന്ന ഒന്നാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതാണ്, SAK ഒക്കെ ചോദിക്കാം. ദെൻ പിന്നെ അതിൽ വരുന്ന വേറൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ബസ് സ്ട്രക്ചേഴ്സ് ആണ്. ബസ് സ്ട്രക്ചർ അഗെയിൻ സിംഗിൾ ബസ് സ്ട്രക്ചർ മുതൽ നമ്മൾ കാണുന്നുണ്ട്. ബസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റി ആണ് സിസ്റ്റം പെർസ്പെക്റ്റീവില് നോക്കുമ്പോൾ. എല്ലാ യൂണിറ്റ്സിനെയും കണക്ട് ചെയ്ത് വെക്കുന്നത് ഈ ബസ് സ്ട്രക്ചറിലൂടെയാണ്. അപ്പൊ ഇവിടെ ഞാനൊരു 3 ബസ് ലൈൻസ് ഉണ്ടെന്നാണ് ബേസിക് കൺസെപ്റ്റ്. സിംഗിൾ ബസ് കൺസെപ്റ്റ് ആണ് ആദ്യം പഠിക്കുക, പക്ഷെ അത് അത്ര എഫക്റ്റീവ് അല്ല. എല്ലാവർക്കും ഒരേ സമയത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ പലതരത്തിലുള്ള ഇൻഫോർമേഷൻസ് ആണ് പാസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ 3 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബസ് വന്നത്. ഡേറ്റാബേസ് വിൽ ഓൾവേസ് ക്യാരി ഡേറ്റ റിലേറ്റഡ് ഇൻഫോർമേഷൻ. അഡ്രസ് ബസിന്റെ അകത്താണ് അഡ്രസ് ട്രാൻസ്ഫേഴ്സ് നടക്കുന്നത്. ദെൻ കൺട്രോൾ ബസ് ആണ് എല്ലാ തരത്തിലുള്ള കൺട്രോൾ സിഗ്നൽസിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾ ഇതിന്റെ വലിയ സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ടാവും. സിംഗിൾ ബസ് സ്ട്രക്ചർ വിത്ത് ഡേറ്റ. ഹലോ, മാം യു ക്യാൻ കണ്ടിന്യൂ. ഓക്കെ. ഓക്കെ, സോ അതാണ് കൺട്രോൾ ബസ്. ഓക്കെ, സോ നിങ്ങൾ നമ്മുടെ വലിയൊരു ബസ്സിന്റെ ഇമേജ് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. അത് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടില്ല. രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് മൾട്ടിപ്പിൾ ബസ് ഓർഗനൈസേഷനിൽ 3 ലൈൻസ് സെപ്പറേറ്റ് ചെയ്ത് കാണിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ദെൻ സിംഗിൾ ബസ്സും, അത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. നോട്ടേഷൻസും മറ്റുമൊക്കെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തില്ല എന്നേ ഉള്ളൂ. ദെൻ അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആയിരുന്നു മെമ്മറി ലൊക്കേഷൻ ആൻഡ് അഡ്രസ്സസ്. മെമ്മറിയിൽ ഒത്തിരി കൺസെപ്റ്റ്സ് വരുന്നുണ്ട്. ബേസിക് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ഓഫ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ ബിറ്റ് ആണ്, അത് നമുക്കറിയാം. 8 ബിറ്റ്സ് ഒരുമിച്ച് വരുമ്പോൾ ബൈറ്റ്സ് ആവും. ഈ ബൈറ്റ്സിനെയാണ് നമ്മൾ വേർഡ് ആവുന്നത്. അതായത് 1 ബൈറ്റ് ഓർ 2 ബൈറ്റ് കൺസിസ്റ്റ് ഓഫ് വേർഡ് എന്ന് കൺസിഡർ ചെയ്യും. ദെൻ ഈ ഒരു ഇമേജില് വേർഡ്സ് ആയിട്ടാണ് നമ്മൾ മെമ്മറിയിൽ ഡേറ്റ കീപ്പ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. സോ വൺ ആഫ്റ്റർ ദ അതർ അത് വെക്കുന്ന ഒരു കൺസെപ്റ്റിൽ വെച്ചതാണ് ഈ ഒരു ഇമേജ്. സോ ഇതൊന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. ദെൻ നമ്മൾ കൺസിഡർ ചെയ്യുന്ന മെമ്മറി ഒരു അറേ ആയിട്ട് കൺസിഡർ ചെയ്താൽ ഇറ്റ് വിൽ ബി മോർ ഈസി. ആ അറേയുടെ ഇൻഡെക്സ് ആയിരിക്കും മെമ്മറി അഡ്രസ്സസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുപോലെയാണ് ഡേറ്റ ഇൻഫർമേഷൻ അതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇതിലെ പെക്യുലാരിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഇൻഡെക്സ് ഇവിടെ ഇപ്പൊ ന്യൂമറിക്കൽ ആയിട്ട് കാണുന്നുവെങ്കിൽ അവിടെ അതും ബൈനറി ആയിട്ട് തന്നെയാണ്. സോ അതുകൊണ്ടാണ് ഇവിടെ റൈറ്റ് സൈഡിൽ ഈ ഇമേജിൽ അഡ്രസ്സസ് 0s and 1s ആയിട്ട് തന്നെയാണ്, ഡേറ്റയും 0s and 1s ആയിട്ടാണ്. അപ്പം അത് നമുക്ക് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അത് ഓർമ്മയിൽ നിൽക്കാനായിട്ട് ഞാൻ ഈ ഇമേജ് ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. ദെൻ മെമ്മറിയുടെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എപ്പോഴും റെക്കർ ചെയ്ത് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ബൈറ്റ് അഡ്രസ്സിംഗുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. ബൈറ്റ് അഡ്രസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഓർഗനൈസേഷൻ വരുന്നതെന്നാണ്. അപ്പം ആ ബൈറ്റ്സ് ഞാനിപ്പോ പറഞ്ഞു, ഒരു 8 ബിറ്റ് വരുന്നതാണ് ഒരു ബൈറ്റ്. അതുപോലത്തെ 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 4 എത്ര വേർഡ്സ് ആണോ നമ്മൾ കീപ്പ് ചെയ്യുന്ന മെമ്മറിയിൽ അതനുസരിച്ചിട്ടായിരിക്കും അറേഞ്ച്മെന്റ്സ് വരാം. അപ്പൊ ഇവിടെ ഒരു 32 ബിറ്റ് വേർഡ് ലെങ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പൊ 32 ബിറ്റ് വേർഡ് ലെങ്ത്തിൽ നിങ്ങൾക്ക് നോക്കാം 4 ക്യാരക്ടേഴ്സ്, അതായത് ആസ്കിയിൽ ഒരു ഇത് കീപ്പ് ചെയ്യണമെങ്കിൽ 8 ബിറ്റ്സ് ആണ്. അപ്പൊ 4 ക്യാരക്ടേഴ്സ് ആണ് അതിൽ കീപ്പ് ചെയ്യാൻ പറ്റുക. അതാണ് അവരുടെ താഴെ കാണിച്ചിരിക്കുന്നത്. ദെൻ ബൈറ്റ് അഡ്രസ്സിംഗിൽ തന്നെ വരുന്ന വേറൊരു ഇമ്പോർട്ടന്റ് എൻറ്റിറ്റി ആണ് നമ്മുടെ ബിഗ് ഇന്ത്യൻ ആൻഡ് ലിറ്റിൽ ഇന്ത്യൻ അസൈൻമെന്റ്സ്. വളരെ പ്രധാനപ്പെട്ടതാണ്. അത് എങ്ങനെയാണ് ഈ വേർഡ്സ് അതിൽ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഈ ബിഗ് ഇന്ത്യൻ ആൻഡ് ലിറ്റിൽ ഇന്ത്യൻ കൊണ്ട് പറയുന്നത്. അതായത് നമ്മുടെ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റും മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റും അതിന്റെ അതായത് ഏത് വേർഡാണ് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റിൽ വരുന്നത്, ഏതാണ് ലീസ്റ്റ് സിഗ്നിഫിക്കന്റിൽ പോകുന്നതാണ്. അത് ബിഗ് ഇന്ത്യൻ ആണെങ്കിൽ MSBയിൽ ഈ ഓർഡർ ആയിരിക്കും വരിക. അപ്പം ഞാൻ അതിനെ നമ്പർ ചെയ്തിരിക്കുകയാണെങ്കിൽ 0, 1, 2, 3, അത് 0 will be coming in its MSB and 3 will be coming in its LSB. ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് ആണ് LSB. ഇതേ സംഭവം നമ്മൾ ലിറ്റിൽ ഇന്ത്യനിലാണ് വെക്കുന്നതെങ്കിൽ തിരിച്ചു വരും. കാരണം ഇവിടെ ഏറ്റവും 0 ഒക്കെ വരുന്നത് അതിന്റെ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റിലേക്ക് ആയിരിക്കും. ആൻഡ് 3 വിൽ ബി കമ്മിങ് ഓൺ ദ മോസ്റ്റ് സിഗ്നിഫിക്കന്റ്. അപ്പൊ വേർഡ് ഓർഗനൈസ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ വ്യത്യസ്തത വരുന്നത്. ഓക്കെ, സോ അതാണ് വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ഇതിന്റെ ഡിഫറൻസ് മിക്കവാറും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റെക്കറിംഗ് ആയിട്ട് ചോദിച്ചു കണ്ടു. അപ്പൊ ഇതില് എത്ര മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇമേജ് ഇൻക്ലൂഡ് ചെയ്യാൻ മറക്കരുത്. ബിക്കോസ് ഇമേജ് സെൽഫ് എക്സ്പ്ലനേറ്ററി. അപ്പൊ നമ്മൾ ഇമേജ് വരയ്ക്കുമ്പോൾ എപ്പോഴും ആ ഒരു ഇമേജിനുള്ളിൽ നിങ്ങൾ കൊടുക്കുന്ന വാല്യൂസിന് പ്രാധാന്യമുണ്ട്. അത് കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾ കണ്ടന്റിൽ എന്തെങ്കിലും തെറ്റ് വരുത്തിയാലോ ഇമേജ് ഓക്കെ ആണെങ്കിൽ അതനുസരിച്ചൊരു മാർക്ക് ആ ഇമേജിൻ്റെ എന്തായിരുന്നാലും വരും.
സോ അതിന് അപ്പൊ പ്രാധാന്യമുണ്ട്. ഓക്കെ, അപ്പൊ എക്സ്പ്ലനേഷൻ കൊടുക്കുമ്പോൾ രണ്ടും എന്താണെന്ന് പറയാ, ദെൻ ഒരു ഇമേജ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നിർത്തുക. ഓക്കെ, പിന്നത്തെ വേറൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ഇതിൽ വരുന്നത് അഡ്രസ്സിംഗ് മോഡ്സ് എന്ന് പറഞ്ഞിട്ട്. അഡ്രസ്സിംഗ് മോഡ്സ് വളരെ പ്രധാനമാണ്. മിക്കവാറും എസ് എ ആയിട്ടും ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ടിട്ടുണ്ട്. എസ് എ ആണെങ്കിൽ എല്ലാ അഡ്രസ്സിംഗ് മോഡ്സിനെ കുറിച്ചും ഡിഫൈൻ ചെയ്ത് പറയാനുണ്ടാവും. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആപ്ലിക്കേഷനിൽ, അതായത് കോൺസ്റ്റൻസിന് വേണ്ടിയിട്ട് ഏത് അഡ്രസ്സിംഗ് മോഡാണ് ഉപയോഗിക്കുന്നത് ചോദിക്കാം, അല്ലെങ്കിൽ പോയിന്റേഴ്സിന് വേണ്ടിയിട്ട് ഏത് അഡ്രസ്സിംഗ് മോഡാണ് ചോദിക്കാം. സോ അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അഡ്രസ്സിംഗ് മോഡ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് വേ in which the location of an operand is specified in an instruction. അതാണ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പല അഡ്രസ്സിംഗ് മോഡ്സ് ഉണ്ട്. ഞാൻ വളരെ ഡീറ്റെയിൽ ചെയ്തിട്ടില്ല. ഹലോ, Yes, ma'am. I thought that somebody was asking me. ഇല്ല, I think ആർക്കെയോ മൈക്ക് അറിയാതെ. Okay. സോ അപ്പൊ ജനറിക് അഡ്രസ്സിംഗ് മോഡ്സിൽ നമുക്ക് ഇത്രയും അഡ്രസ്സിംഗ് മോഡ്സ് ആണ് ജനറൽ ആയിട്ട് പറയാം. ഇമ്മീഡിയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് വാല്യൂസ് നമ്മൾ കൊടുക്കുകയാണ്. അതായത് നമ്മൾ കോൺസ്റ്റൻസ് ഒക്കെ നമ്മൾ ഡിക്ലെയർ ചെയ്യത്തില്ലേ, അപ്പോ ഇൻഡെ ഈക്വൽ ടു 5 എന്ന് പറയുമ്പോൾ നമ്മൾ കോൺസ്റ്റന്റ്ലി ആ വാല്യൂ എന്താന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെയൊക്കെ ഉള്ളതിനാണ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് യൂസ് ചെയ്യുക. ദെൻ ഉള്ളത് രജിസ്റ്റർ ആണ്. രജിസ്റ്റർ എന്ന് പറയുമ്പോൾ ഇൻഫോർമേഷൻ രജിസ്റ്ററിലാണ് അവർ കീപ്പ് ചെയ്തിരിക്കുന്നത്. അതാണ് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്. ദെൻ വി ഹാവ് അബ്സല്യൂട്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയും. അവിടെ നമ്മൾ ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ടാവും. അതാണ് വേരിയബിൾസ് ഒക്കെ ഡിക്ലെയർ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഇ എ എന്ന് പറഞ്ഞ് ഇവിടെ കൊടുക്കുന്നത് നിങ്ങൾക്ക് അറിയുന്നത്, ഞാൻ എഫക്റ്റീവ് അഡ്രസ്സിംഗ് ആണ് ഇ എ എന്ന് പറഞ്ഞാൽ. RI ഈസ് റെപ്രസെന്റിംഗ് ദ രജിസ്റ്റേഴ്സ് ആൻഡ് LOC ഫോർ ലൊക്കേഷൻ ആണ് കേട്ടോ. ദെൻ അബ്സല്യൂട്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഡയറക്റ്റ് നമ്മൾ വേരിയബിൾസ് ഒക്കെ ഡിക്ലെയർ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നതാണ്. കോൺസ്റ്റന്റ് വാല്യൂസിന് വേണ്ടിയിട്ടാണ് ഇമ്മീഡിയറ്റ് യൂസ് ചെയ്യുന്നത്. ദെൻ വി ഹാവ് ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ്. ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് പോയിന്റർ കൺസെപ്റ്റ്സിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇത് രജിസ്റ്റർ വെച്ചിട്ടുണ്ട്, ലൊക്കേഷൻ വെച്ചിട്ടുണ്ട്. സോ അതിന്റെ എഫക്റ്റീവ് അഡ്രസ് അതിൽ നിന്നാണ് കിട്ടുക. അപ്പം ഈ RI എവിടെയാണോ പോയിന്റ് ചെയ്യുന്നത് ആ രജിസ്റ്ററിലായിരിക്കും, രജിസ്റ്ററിലെ വാല്യൂയിലേക്കാണ് അത് പോയിന്റ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് വേണം നമുക്ക് എക്സാക്ട് അഡ്രസ്സിലേക്ക് പോവാൻ. LOC പറയുമ്പോൾ ലൊക്കേഷനിലായിരിക്കും ആ അഡ്രസ്സിന്റെ വാല്യൂ കീപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അവിടെ പോയിട്ട് വേണം വി ഹാവ് ടു പിക്ക് ദ അഡ്രസ്. Then similarly we have another thing, index. Indexing again RI പോലെയെല്ലാം വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടെ XRI നമ്മൾ ഒരു ന്യൂമറിക് വാല്യൂ കൊടുക്കും. ആ വാല്യൂ പ്ലസ് വാട്ട് എവർ ഇസ് കെപ്റ്റ് ഇൻസൈഡ് ദ രജിസ്റ്റർ. രജിസ്റ്ററിൽ ഒരു വാല്യൂ കീപ്പ് ചെയ്തിട്ടുണ്ടാവും, പ്ലസ് ഇത്ര വാല്യൂ എക്സ് എന്ന് പറയുന്നത് ഇക്വൽ ടു റെപ്രസെന്റിംഗ് എ നമ്പർ. ഇത് രണ്ടും കൂട്ടിയാൽ കിട്ടുന്നതായിരിക്കും നമ്മൾ അന്വേഷിക്കുന്ന അഡ്രസ്. അതില് ഇൻഡെക്സിന് ബേസ് വിത്ത് ഇൻഡെക്സ് ഉണ്ട്, ബേസ് വിത്ത് ഇൻഡെക്സ് ആസ് വെൽ ആസ് ഓഫ്സെറ്റ് ഉണ്ട്. രണ്ട് രജിസ്റ്റേഴ്സ് ഒരുമിച്ച് വരുന്നതാണ് ബേസ് വിത്ത് ഇൻഡെക്സ്. ദെൻ ബേസ് വിത്ത് ഇൻഡെക്സ് ആൻഡ് ഓഫ്സെറ്റ് ആണ് XRI RJ. രണ്ട് രജിസ്റ്റർ വാല്യൂ പ്ലസ് ആ എക്സിൽ കീപ്പ് ചെയ്തിരിക്കുന്ന വാല്യൂ എന്താണോ അത് നോക്കുക, എന്നിട്ട് ആ ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്ത് പോവുക. ഓക്കെ, ദെൻ അടുത്തത് വരുന്നതാണ് റിലേറ്റീവ് അഡ്രസ്. നമ്മള് ബ്രാഞ്ചിങ് ലൂപ്സ് വരില്ലേ, ലൂപ്പ് അല്ലെങ്കിൽ ബ്രാഞ്ച് ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിൽ വേറൊരു ലൊക്കേഷനിലേക്ക് ജമ്പ് ചെയ്ത് പോവാം. സോ ആ സിനാരിയോ വരുമ്പോഴാണ് നമ്മൾ റിലേറ്റീവ് അഡ്രസ്സിംഗ് യൂസ് ചെയ്യുക. അപ്പൊ റിലേറ്റീവ് അഡ്രസ്സിംഗിൽ നമ്മൾ നോക്കുക, അതിലെ രജിസ്റ്ററിന്റെ പ്രത്യേകത നോക്കുക. PC ആണ് പ്രോഗ്രാം കൗണ്ടർ. അതിന്റെ കൂടെ നമ്മൾ എക്സ് എന്ന് പറഞ്ഞൊരു വാല്യൂ കൊടുക്കുകയാണ്. അപ്പൊ ആ എക്സിന്റെ വാല്യൂ ഇപ്പൊ അറ്റ് മൊമെന്റ് പ്രോഗ്രാം കൗണ്ടറിൽ ഇരിക്കുന്ന അഡ്രസ്സിന്റെ വാല്യൂ കൂടെ ആഡ് ചെയ്തിട്ടാണ് ആ ജമ്പിങ് അവിടെ പോസിബിൾ ആക്കുന്നത്. സോ ബ്രാഞ്ചസ് ഒക്കെ കൺസിഡർ ചെയ്യുന്നത് റിലേറ്റീവ് ഇൻഡെക്സിംഗ് ആണ്, അഡ്രസ്സിംഗ് മോഡാണ്. ദെൻ ഈസിയർ ആയിട്ടുള്ള രണ്ടെണ്ണമാണ് അഡീഷണൽ അഡ്രസ്സിംഗ് മോഡ് എന്ന് പഠിക്കുന്ന ഓട്ടോ ഇൻക്രിമെന്റ് ആൻഡ് ഓട്ടോ ഡിക്രിമെന്റ്. എന്ത് വാല്യൂ ആണോ രജിസ്റ്ററിൽ കീപ്പ് ചെയ്തിരിക്കുന്നത് അതൊന്നെങ്കിൽ ഇൻക്രിമെന്റ് ചെയ്യും ബൈ 1 അല്ലെങ്കിൽ ഇറ്റ് വുഡ് ഡിക്രിമെന്റ് ബൈ 1. ഈ ഓട്ടോ ഇൻക്രിമെന്റ് അഡ്രസ്സിംഗ് മോഡും ഓട്ടോ ഡിക്രിമെന്റ് അഡ്രസ്സിംഗ് മോഡും തമ്മിൽ വ്യത്യാസം ചോദിച്ച ചോദ്യങ്ങൾ വരുന്നുണ്ട്. അഡ്രസ്സിംഗ് മോഡ് ഡിഫറെന്റ് ടൈപ്സ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടു. ഏത് ഈ പെർട്ടിക്കുലർ അഡ്രസ്സിംഗ് മോഡ് ഏത് ആപ്ലിക്കേഷൻ ആണ് എന്ന് ചോദിച്ചിട്ട് ഐ തിങ്ക് ഐ ഹാവ് ഇൻക്ലൂഡഡ് എ ക്വസ്റ്റ്യൻ ഓൾസോ. ബിഗ് ഇന്ത്യൻ, ലിറ്റിൽ ഇന്ത്യൻ. പിന്നെ ഇതിൽ ഞാൻ പറയാതെ പോയതാണ് ബേസിക് ഇൻസ്ട്രക്ഷൻ ടൈപ്സ്. ഇതിൽ 3 ടൈപ്പ്, 3 അഡ്രസ് ഇൻഡെക്സിംഗ് ഉണ്ട്, 3 അഡ്രസ് ഉണ്ട്, 2 അഡ്രസ് ഉണ്ട്, 1 അഡ്രസ് ഉണ്ട്. അപ്പൊ നമുക്കറിയാം ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഹാവിംഗ് ആൻ ഓപ്കോഡ് ആൻഡ് ആൻ ഓപ്പറാൻഡ് അല്ലെ. ഓപ്കോഡ് എന്ന് പറഞ്ഞാൽ എന്ത് ഓപ്പറേഷനോ പെർഫോം ചെയ്യാൻ പോകുന്നത്, ഓപ്പറാൻഡ് എന്ന് പറഞ്ഞാൽ എന്തിലാണ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത് എന്നാണ് അർത്ഥം. സോ അതിൽ തന്നെ നമുക്ക് 3 തരത്തിൽ ഇതിനെ ഇൻക്ലൂഡ് ചെയ്യാം. ഇപ്പൊ 1 അഡ്രസ്, അതിനിപ്പോ ആഡ് ബി. അപ്പൊ ബി എന്ന് പറയുന്ന വാല്യൂ ആഡ് ചെയ്യാണ് കണ്ടന്റ് ടു അക്യുമുലേറ്ററിലെ വാല്യൂ ആവാം, ദെൻ ആവാം നല്ല ആണ്. ഓക്കെ, ദെൻ 2 അഡ്രസ്സിൽ വി ഹാവ് എൻ ഓപ്പറേഷൻ ടു പെർഫോം പ്ലസ് 2 വാല്യൂസ് തന്നിട്ടുണ്ടാവും. ആ 2 എണ്ണത്തിൽ ഒന്ന് സോഴ്സും ഒന്ന് ഡെസ്റ്റിനേഷനും ആയിരിക്കും. സോ അപ്പൊ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ആഡ് A, B. ഇപ്പൊ ഇവിടെ എന്താ പറ്റുന്നത്, ആഡ് ദ വാല്യൂ ഓഫ് A ആൻഡ് B ആൻഡ് പ്ലേസ് ദ റിസൾട്ട് ടു
ബി. ഓക്കെ, സിമിലർലി 3 അഡ്രസ്. അവിടെ 3 വാല്യൂസ് വരും, 2 സോഴ്സും 1 ഡെസ്റ്റിനേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ അതുകൊണ്ട് പിന്നെ ഇതിലെ രജിസ്റ്റേഴ്സിനെ കുറിച്ച് റൈറ്റ് ഷോർട്ട് നോട്ട്സ് എന്ന് പറഞ്ഞ് വരാം. ഓട്ടോ ഇൻക്രിമെന്റ് ആൻഡ് ഓട്ടോ ഡിക്രിമെന്റ് അഡ്രസ്സിംഗ് മോഡ് വിത്ത് എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. ഔട്ട്ലൈൻ ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ എക്സിക്യൂഷൻ ഓഫ് ആൻ ഇൻസ്ട്രക്ഷൻ, നമ്മൾ ആദ്യം പറഞ്ഞു. ആ സ്റ്റെപ്സ് എല്ലാം 1 by 1 PC ഡേറ്റ തുടങ്ങുന്നത് മുതൽ ആ എൻറ്റയർ സ്റ്റെപ്സ് നിങ്ങൾക്ക് എഴുതാം. അത് 3 മാർക്സ് മാത്രമല്ല എസ് ആയിട്ടൊക്കെ ചോദിക്കാം. ദെൻ ഈ ഒരു ക്വസ്റ്റ്യൻ ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ, അഡ്രസ്സിംഗ് മോഡ്സ് റെപ്രസെന്റിങ് എന്തിനു വേണ്ടിയിട്ടാണ്? ഹയർ ലെവൽ ലാംഗ്വേജിൽ വരുമ്പോൾ അറേ എഴുതി ഏതാ ഉപയോഗിക്കുക, പോയിന്ററിന് ഏതാ ഉപയോഗിക്കുക, കോൺസ്റ്റന്റിന് ഏതാണ്, വേരിയബിളിന് ഏതാണ്, അങ്ങനെ ചോദിക്കാം. ദെൻ സിംഗിൾ ബസ് ഓർഗനൈസേഷനും അതിന്റെ സീക്വൻസും ഒന്ന് നോക്കിയിട്ട് പോവുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ട്രാൻസ്ഫർ നൊട്ടേഷൻസ് വെച്ചിട്ട് എഴുതുന്നത്. സോ അപ്പൊ അത്രയാണ് ഫസ്റ്റ് യൂണിറ്റ്. സെക്കൻഡ് യൂണിറ്റ് വരുമ്പോൾ അഗെയിൻ ഞാൻ രജിസ്റ്റർ ട്രാൻസ്ഫർ നൊട്ടേഷൻ മാത്രമേ ഇതിൽ മാർക്ക് ചെയ്തുള്ളൂ. അത് മാത്രമല്ല ഇതില് ഒത്തിരി പറഞ്ഞു വരുമ്പോൾ ഒത്തിരി ഇതുള്ളതുകൊണ്ട് അതായിട്ട് പോവാം. രജിസ്റ്റർ ട്രാൻസ്ഫറിൽ മൈക്രോ ഓപ്പറേഷൻസിനെ കുറിച്ച് ഒത്തിരി തവണ ക്വസ്റ്റ്യൻസ് കണ്ടിരുന്നു. മൈക്രോ ഓപ്പറേഷൻസ് എന്താണ്, എങ്ങനെയാ പെർഫോം ചെയ്യുന്നത്, അതിന്റെ ടൈപ്സ് ഏതൊക്കെയാണ്, ദെൻ അതിൽ യൂസ് ചെയ്ത സിംബൽസ് അത് എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു, ഏതൊക്കെ അരിത്തമെറ്റിക് മൈക്രോ ഓപ്പറേഷൻസ് ഉണ്ട്, അതിൽ സ്പെസിഫിക് ആയിട്ട് ഞാൻ അരിത്തമെറ്റിക് ഷിഫ്റ്റ് ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് ചോദിക്കുന്നത് കണ്ടായിരുന്നു. സോ ഐ ഹവ് ഇൻക്ലൂഡഡ് ഹിയർ. അരിത്തമെറ്റിക് ഷിഫ്റ്റിൽ നമുക്ക് 2 ഓപ്ഷൻസേ ഉള്ളൂ, ഒന്നെങ്കിൽ ഷിഫ്റ്റ് ലെഫ്റ്റ് ആൻഡ് ഷിഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ നൊട്ടേഷൻ വെച്ചിട്ടാണ്. മറ്റുള്ളതുപോലെ ഒരു പെർട്ടിക്കുലർ റെപ്രസെന്റേഷൻ അതിനില്ല, ഒരു പെർട്ടിക്കുലർ സിമ്പിൾ റെപ്രസെന്റേഷൻ അതിനില്ല. അതുകൊണ്ടാവാം അത് സ്പെസിഫിക് ആയിട്ട് ചോദിക്കുന്നത്. അതുപോലെ ഈ യൂണിറ്റിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പ്രോസസ് ഓർഗനൈസേഷൻ. അതില് പ്രോസസ് ഓർഗനൈസേഷൻ ആണെങ്കിലും അതിൽ ഓരോ ഇമേജസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡിസൈനിങ് വരുന്ന അക്യുമുലേറ്റർ രജിസ്റ്ററിന്റെ സ്റ്റാറ്റസ്, ALU, ഇതിന്റെ എല്ലാത്തിന്റെയും ഇമേജ് പ്ലസ് അതിന്റെ ഡിസ്ക്രിപ്ഷൻ, ആ ഡിസൈനിങ്, അത് ഇമ്പോർട്ടന്റ് ആണ്. സോ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് അത് സിമിലർ ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഇവിടെ ഇതുപോലെ illustrate and explain the organization of processor unit where processor registers and ALU are connected through a common bus. അതിന് വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ വന്നിട്ട് അത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരു ബ്ലോക്ക് ഡയഗ്രാം സ്റ്റാറ്റസ് രജിസ്റ്ററിനെ ചോദിച്ചിട്ടുണ്ട്. ഈ സ്റ്റാറ്റസ് രജിസ്റ്റർ ഇത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കോഡ് രജിസ്റ്റർ സ്റ്റാറ്റസ് രജിസ്റ്റേഴ്സിന്റെ ഇത് വേറെയും ഇതില് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റാറ്റസ് രജിസ്റ്ററിന്റെ ആ ഇമേജും അതിന്റെ എക്സ്പ്ലനേഷനും നോക്കിയിട്ട് പോവാ. അതുപോലെ പ്രൊസസറിന്റെ ആണെങ്കിലും അതെ. ദെൻ ഇതിന്റെ അകത്ത് വരുന്നത് ഷിഫ്റ്ററിന്റെ ഇമേജ്, അത് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല അരിത്തമെറ്റിക് ലോജിക് ആൻഡ് ഷിഫ്റ്റ് മൈക്രോ ഓപ്പറേഷൻ, അത് ഏതൊക്കെയാണ് അതൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കിയിട്ട് പോവാം. 3 ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. Then we can go to third unit. The third unit ആവുമ്പോൾ again ഒരു പ്രധാനപ്പെട്ട പോർഷൻസ് ആണ് അതിലുള്ളത്. അതില് മെയിൻ ആയിട്ടുള്ളത് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്, അതില് മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അൽഗോറിതംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതില് എനിക്ക് തോന്നുന്നു അത് പഠിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ ആക്ച്വലി നമ്മുടെ ഷോർട്ട് ആൻസറിലും ഹെൽപ്ഫുൾ ആവും. എസ്സേയിലും വരും. എസ്സേയിൽ ഏതെങ്കിലും ഒരു അൽഗോറിതം പെർഫോം ചെയ്യാനുണ്ടാവും. ഷോർട്ട് ആൻസർ മിക്കവാറും അതില് അതിന്റെ ഫ്ലോ ചാർട്ടോ അല്ലെങ്കിൽ അൽഗോറിതമോ റൈറ്റ് ചെയ്യാനായിട്ട് കാണുന്നുണ്ട്. പിന്നത്തെ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക് അറേ മൾട്ടിപ്ലയർ ആണ്. ഒത്തിരി ക്വസ്റ്റ്യൻസ് അറേ മൾട്ടിപ്ലയറിന്റെ റിക്കറിംഗ് ആയിട്ട് കണ്ടു. ദെൻ പൈപ്പ് ലൈനിങ് കൺസെപ്റ്റ് 2 രീതിയിലൂടെ അരിത്തമെറ്റിക് പൈപ്പ് ലൈൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻ നമ്മൾ ഷോർട്ടർ ആക്കി ചെയ്യുന്നതാണ് അരിത്തമെറ്റിക് പൈപ്പ് ലൈൻ. ദെൻ അതുപോലെ നമുക്ക് ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈൻ ഉണ്ട്. ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് അതിന്റെ ഹസാർഡ്സിനെ കുറിച്ച് ചോദിച്ചു കണ്ടു. ഒത്തിരി ക്വസ്റ്റ്യൻസ് റിക്കറിംഗ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് പോവാം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഞാൻ അത് ഒന്നുകൂടെ ഇവിടെ ഇട്ടിട്ടുണ്ട്. അറേ മൾട്ടിപ്ലയർ, ഡിവിഷൻ അൽഗോറിതംസ്, റീസ്റ്റോറിംഗ് ആൻഡ് നോൺ റീസ്റ്റോറിംഗ് അൽഗോറിതംസ് ഉണ്ട്. ദെൻ പൈപ്പ് ലൈനിങ്, അരിത്തമെറ്റിക് പൈപ്പ് ലൈനിങ് ആസ് വെൽ ആസ് ഇത് ഹസാർഡ്സില് ഡേറ്റ ഹസാർഡ്, സ്ട്രക്ചറൽ ഹസാർഡ്, ദെൻ കൺട്രോൾ ഹസാർഡ്. അപ്പൊ ഇതിന് 2-3 ക്വസ്റ്റ്യൻസും ഇതുപോലെ ഇട്ടിട്ടുണ്ട്. ഒന്ന് 3 മാർക്സിനാണ് റീസ്റ്റോറിംഗ് ഡിവിഷൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു മൾട്ടിപ്ലിക്കേഷൻ കണ്ടോ 6 മാർക്സിന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ലെങ്തിയർ ആയിട്ടും ചോദിക്കാം, ഷോർട്ടർ ആയിട്ടും ചോദിക്കാം ഈ ക്വസ്റ്റ്യൻസ്. അരിത്തമെറ്റിക് പൈപ്പ് ലൈൻ എന്താണെന്ന് ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ അഗൈൻ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ അറേ മൾട്ടിപ്ലയറിനെ ഡിസൈൻ ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. ദെൻ ഹസാർഡ്സിന്റെ അഗൈൻ ഡിസ്ക്രൈബ് ഇൻ ഡീറ്റെയിൽ അബൌട്ട് ഇൻസ്ട്രക്ഷൻ ഹസാർഡ് ആൻഡ് ദർ സൊല്യൂഷൻസ് ചോദിച്ചിട്ടുണ്ട്. സോ അപ്പം ഈ യൂണിറ്റിൽ ഓൾമോസ്റ്റ് ഈ പറഞ്ഞ ഇത്രയും ക്വസ്റ്റ്യൻസ് തന്നെ കവർ ചെയ്താൽ ഒരുമാതിരി ആ ഒരു മോഡ്യൂള് ഫുൾ ആവും. അത്യാവശ്യം എല്ലാ ടോപ്പിക്സും അറ്റ്ലീസ്റ്റ് ആ 3 അൽഗോരിതം ഇതിൽ പഠിച്ചു പോയാൽ തന്നെ ഇറ്റ്സ് മോർ ദാൻ എനഫ്. ബൂത്ത് അൽഗോരിതം ഞാൻ അതിന്റെ അൽഗോരിതം ഇതിലിട്ടിട്ടുണ്ട്.
അതില് നിങ്ങൾക്കറിയാം എന്താണ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതിന്റെ ഫ്ലോ ചാർട്ട് ആണ് ഇത്. ഫ്ലോ ചാർട്ട് മിക്കവാറും 3 മാർക്സും ചോദിച്ചു കണ്ടു. അക്യുമുലേറ്റർ, അതിന്റെ മൾട്ടിപ്ലിക്കന്റ്, മൾട്ടിപ്ലയർ ആൻഡ് കൗണ്ട് എന്താണെന്ന് നോക്കുന്നുണ്ട്. നമ്മൾ Q0 Q-1ന്റെ വാല്യൂസ് കൺസിഡർ ചെയ്തിട്ടാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. 0, 1 ആണ് വരുന്നെങ്കിൽ നമ്മൾ A = A + M ചെയ്യും. 1ഉം 0 ആണെങ്കിൽ A = A - 1 ചെയ്യും. അതായത് അരിത്തമെറ്റിക് ഷിഫ്റ്റ് റൈറ്റ് ഓർ ഷിഫ്റ്റ് ലെഫ്റ്റ് അത് കഴിഞ്ഞിട്ട് പെർഫോം ചെയ്യണം. And that count accordingly change ചെയ്യും. സോ അൽഗോരിതം സ്റ്റാർട്ട് വിത്ത് ഇനിഷ്യലൈസേഷൻ ആണ്. 4 എണ്ണം അതിന്റെ രജിസ്റ്റേഴ്സ് ആണ്. അത് ഓർക്കാൻ വേണ്ടി ഇങ്ങനെ എഴുതിയിട്ടേ ഉള്ളൂ. അക്യുമുലേറ്റർ ഉണ്ട്. Q-1 എന്ന് പറഞ്ഞാൽ ഒരു 1 ബിറ്റ് രജിസ്റ്റർ ആണ്. ഓക്കെ, ദെൻ M ആണ് മൾട്ടിപ്ലിക്കന്റ് ആയിട്ടുള്ളത്. ദെൻ Q is our multiplier. അപ്പൊ അതില് 2-3 എണ്ണം ചെയ്ത് നോക്കുക. 0 വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് പെർഫോം അരിത്തമെറ്റിക് റൈറ്റ് ഷിഫ്റ്റ് A, Q and Q-1 by 1 bit position. എല്ലാത്തിലും ആ ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. Then 0, 1 ആണെങ്കിൽ equal to A - M, perform the arithmetic right shift and complete. And then 1, 0 വന്നു കഴിഞ്ഞാൽ equal to A + M. Again perform arithmetic right shift ആണ് by 1 bit position. 1, 1 വന്നു കഴിഞ്ഞാൽ നമ്മൾ additional subtraction ഒന്നുമില്ല, നേരെ we will be doing arithmetic shift അല്ല. സോ അതുപോലെയാണ് ഇന്റിജർ ഡിവിഷൻ. അതിൽ റീസ്റ്റോറിംഗ് ആൻഡ് നോൺ റീസ്റ്റോറിംഗ് ഉണ്ട്. ഇതിനും ഫ്ലോ ചാർട്ട്സ് ഉണ്ട്, അത് നോക്കിയിട്ട് പോവാം. റീസ്റ്റോറിംഗ് അൽഗോരിതം അൺസൈൻഡ് ഇന്റിജേഴ്സിന് യൂസ് ചെയ്യുന്നതാണ്. റീസ്റ്റോറിംഗ് ടേം ഇസ് യൂസ് ടു ദ ഫാക്ട് ദാറ്റ് ദ വാല്യൂ ഓഫ് രജിസ്റ്റർ A is restored after each iteration. സോ അതിന് ഒരു അൽഗോരിതം ഉണ്ട്. M ഡിവൈസർ ആണ്, Q ഡിവിഡൻഡ് ആണ്, അതിൽ കൗണ്ട് കൊടുത്തിട്ടുണ്ട്. അതിലും നമ്മൾ ഈ ഷിഫ്റ്റ് ഓപ്പറേഷൻസ് വെച്ചിട്ട് തന്നെയാണ് പെർഫോം ചെയ്യുക. സോ algorithm initialize ചെയ്യുന്നു using these registers, accumulator, dividend and divisor. Shift the registers of A and Q on dividend by 1 bit to the left, equal to A - M. That is, subtract the divisor from register. If the result is negative, check the sign bit of A. ഏതാണോ അതിന്റെ സൈൻ അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ അടുത്ത കാര്യം ഡിറ്റർമിൻ ചെയ്യുക. സോ അത് ഇമ്പോർട്ടന്റ് ആണ്. ഓർഡറിൽ നോക്കി പോവാ. സിമിലർലി നോൺ റീസ്റ്റോറിംഗ് ഡിവിഷനും നോക്കണം. ദെൻ പൈപ്പ്ലൈനിങ് അടുത്ത ഇമ്പോർട്ടന്റ്. അതിൽ ഞാൻ അരിത്തമെറ്റിക് പൈപ്പ്ലൈൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അരിത്തമെറ്റിക് പൈപ്പ്ലൈൻ അഗെയിൻ നിങ്ങൾക്ക് അറിയാം, അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് ഒരു പൈപ്പ്ലൈൻ പോലെ, അതായത് ഒരു ബിഗ് പ്രോബ്ലത്തിനെ സബ് പ്രോബ്ലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഷോർട്ടർ ആയിട്ട് നമ്മൾ സോൾവ് ചെയ്യുന്നതാണ് അരിത്തമെറ്റിക് പൈപ്പ്ലൈൻ. ഇവിടെ ഇൻസ്ട്രക്ഷൻ പൈപ്പ്ലൈനും സിമിലർ ആണ്. ഒരു വലിയ എക്സിക്യൂഷനെ നമ്മൾ വളരെ ചെറിയ രീതിയിൽ ഷോർട്ടർ ആക്കി എങ്ങനെ പെർഫോം ചെയ്യുന്നതാണ്. ബേസിക് ആയിട്ട് 2 ഇൻസ്ട്രക്ഷൻ നമ്മൾ പറയാം, ഫെച്ച് ആൻഡ് എക്സിക്യൂട്ട്. അത് ശരിക്കും അകത്തേക്ക് പോകുമ്പോൾ നമുക്കറിയാം എത്തിക്കൂടെ ഡീറ്റെയിൽ ചെയ്തിട്ട് വി ഹാവ് 4 സ്റ്റെപ്സ്. ഫെച്ച് ചെയ്യുന്നു, ഡീകോഡ് ചെയ്യുന്നു, ദെൻ എക്സിക്യൂട്ട് ചെയ്യുന്നു, ആൻഡ് ദെൻ വി വിൽ റൈറ്റ് ബാക്ക് ദ റിസൾട്ട്. അപ്പൊ ഇതാണ് ശരിക്കും വരുമ്പോൾ പൈപ്പ്ലൈൻ പ്രോസസ്സിൽ വരുമ്പോൾ 4 സ്റ്റെപ്പായിട്ടാണ് അതിനെ കാണിക്കാറ്. ഫെച്ച്, ഡീകോഡ്, എക്സിക്യൂട്ട് ആൻഡ് റൈറ്റ്. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അത് കംപ്ലീറ്റ് ആക്കുക. സോ ഇങ്ങനെ എനിക്ക് ഒരു 4 സ്റ്റേജ് പൈപ്പ്ലൈൻ എന്ന് പറയുന്നത്. ഇവിടെ പാരലി ആണ് എക്സിക്യൂഷൻ നടക്കുന്നത്. I1, I2, I3, I4 ഒരേ സമയത്ത് ഇത്രയും ഇൻസ്ട്രക്ഷൻസ് ഒരുപോലെ റൺ ചെയ്യുന്നുണ്ട്. F1 അതിന്റെ F1 കഴിഞ്ഞ് D1 ആകുമ്പോഴേക്കും അടുത്ത ഇൻസ്ട്രക്ഷന്റെ ഫസ്റ്റ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യാണ്. ദെൻ അത് ഫസ്റ്റ് സൈക്കിള് എക്സിക്യൂഷന്റെ സ്ഥലത്ത് എത്തുമ്പോഴേക്കും അടുത്ത ഇൻസ്ട്രക്ഷൻ തേർഡ് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യാൻ പോയിട്ടുണ്ട്. അത് റൈറ്റ് ബാക്ക് ചെയ്യുമ്പോഴേക്കും 4th ഇൻസ്ട്രക്ഷൻ അവർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് അവർ ആ പാരലൽ കൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അതാണ് പൈപ്പ്ലൈനിന്റെ കേസിൽ. ദെൻ ഹസാർഡ്സ് ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. പൈപ്പ്ലൈൻ ഓപ്പറേഷൻ അത് ഞാൻ സ്റ്റോൾ ചെയ്ത ഇമേജിൽ ഇടാൻ മറന്നുപോയി. സ്റ്റോൾ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, ഈ ഫെച്ചും ഇതിൽ ഏതെങ്കിലും ഈ 4 ഓപ്പറേഷന് ഇടയിൽ ഇൻ ബിറ്റ്വീൻ ടൈം എടുക്കുവാണ്. ഇഫ് ദേ ആർ ലാഗിങ് ബൈ എനിത്തിങ്, ആ സൈക്കിൾ എന്തെങ്കിലും കാരണവശാൽ ലാഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ലാഗിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് സ്റ്റോൾ എന്ന് പറയും. ബിക്കോസ് ഫെച്ച് കഴിഞ്ഞിട്ട് ഒരു പക്ഷേ ഡീകോഡും എക്സിക്യൂട്ടും നടക്കുന്നില്ല. അത് നടക്കുന്നത് 1-2 സൈക്കിൾ കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ആ ഇൻ ബിറ്റ്വീൻ വരുന്ന ഗ്യാപ്പ് അതിനാണ് നമ്മളുടെ സ്റ്റോൾഡ് എന്ന് പറയുന്നത്. ആ സ്റ്റോൾ ആണ് ഒരു എന്താണ് നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോൾ ഇസ് ആക്ച്വലി എ ഹസാർഡ്. ബിക്കോസ് അപ്പൊ പൈപ്പ് ലൈൻ എങ്ങനെ പ്രവർത്തിക്കുന്നു അതിന്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടാതെ പോകും. സോ അതുകൊണ്ടാണ് അതങ്ങനെ പറയുന്നത്. പൈപ്പ് ലൈൻ ഓപ്പറേഷൻ ഓക്കെ. സോ any condition that causing the pipeline to stall is considered to be as a hazard. Hazard again 3 types of hazards പറയാറുണ്ട്. One of it is what we call as data hazard.
ഡേറ്റ ഹസാർഡ് എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തില് ഇൻഫോർമേഷൻ നമുക്ക് അറ്റ് മൊമെന്റ് കിട്ടാതെ വരുന്ന ഒരു സിറ്റുവേഷൻ. അത് ഡിപ്പെൻഡന്റ് ആയ ഒരു സിനാരിയോ ആവാം. ബിക്കോസ് ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് അതിന്റെ റിസൾട്ട് റൈറ്റ് ബാക്ക് ചെയ്യുന്നതിന് ഡിലേ വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എഫക്ടിങ് ഓൺ ടു ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ. ബിക്കോസ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷന്റെ എക്സിക്യൂഷന് ചിലപ്പോൾ ആദ്യത്തെ ഇൻസ്ട്രക്ഷന്റെ റിസൾട്ട് ആവശ്യമായിട്ട് വരാം. സോ അങ്ങനത്തെ സിറ്റുവേഷൻ ആണ് ഡേറ്റ ഹസാർഡിൽ വരാം. ഹലോ ഹലോ. ഓക്കെ. സോറി. മാം, എക്സ്ക്യൂസ് മീ. ഹലോ ഹലോ മാം. ഹലോ. യെസ്. മാം എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഓഡിബിൾ അല്ലായിരുന്നു. ആണോ? ഓക്കെ ഓക്കെ. സ്ലൈഡും ഡേറ്റ ഹസാർഡ് വരെ ഞാൻ പറഞ്ഞു തോന്നുന്നു അല്ലെ? ഡേറ്റ ഹസാർഡ് പറയുന്നത് കേട്ടോ? ആ ഓക്കെ. അപ്പൊ ഡേറ്റ ഹസാർഡ് പറഞ്ഞു കഴിഞ്ഞായിരുന്നു. ഇമേജ് എടുത്തിട്ടില്ലായിരുന്നു. ഐ തിങ്ക് കണ്ടു. ഓക്കെ. ഡേറ്റ ഹസാർഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡേറ്റ ഹസാർഡ് അഗെയിൻ ഞാൻ പറഞ്ഞല്ലോ, ഡിപ്പെൻഡിങ് ഓൺ ദ ഇൻഫർമേഷൻ ആണ്. ഏതെങ്കിലും ഒരു ഇൻസ്ട്രക്ഷനിലെ ഡേറ്റയുടെ ഡിപ്പെൻഡൻസി കാരണം നമുക്ക് ഇൻഫർമേഷൻ മുന്നോട്ട് കിട്ടാതിരുന്നാൽ ആ സിറ്റുവേഷനിലാണ് അങ്ങനെ ഒരു സ്റ്റോളിംഗ് വരിക. അപ്പം താഴോട്ടുള്ള എല്ലാ സൈക്കിളിലുള്ള ഇൻസ്ട്രക്ഷൻസ് വെയിറ്റ് ചെയ്യും. സോ അതാണ് ഡേറ്റ ഹസാർഡ്. ദെൻ കൺട്രോൾ ഹസാർഡ് ഓർ ഇൻസ്ട്രക്ഷൻ ഹസാർഡ്. അത് അഗെയിൻ ഒരു ഇൻസ്ട്രക്ഷൻ ഇപ്പൊ നമ്മള് MAR ഓർമ്മയുണ്ടാവില്ല, മെമ്മറി അഡ്രസ് രജിസ്റ്ററിൽ പോയി അത് റിക്വസ്റ്റ് കൊടുത്തു, പക്ഷെ ആ പെർട്ടിക്കുലർ ഇൻഫർമേഷൻ ഫെച്ച് ആയി വന്നില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വുഡ് ആക്ച്വലി ക്രിയേറ്റ് എ സ്റ്റോൾ. കാരണം ആ ഇൻഫർമേഷൻ ലാഗ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ ക്യാഷിൽ പോയി റിക്വസ്റ്റ് ചെയ്ത് അത് നോക്കി ബട്ട് ഇറ്റ് ഇസ് എ ക്യാഷ് മിസ്. അങ്ങനെ സംഭവിച്ചാലും നമുക്ക് അവിടെ ഒരു ലാഗ് വരും. ആ ലാഗാണ് കൺട്രോൾ ഹസാർഡ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ ഹസാർഡ്. ഒരു ഇൻസ്ട്രക്ഷൻ നമുക്ക് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് ആ സ്റ്റോൾ ക്രിയേറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെയാണ് ഇൻസ്ട്രക്ഷൻ ഹസാർഡ് എന്ന് പറയുന്നത്. ദെൻ സിമിലർലി വി ഹാവ് സ്ട്രക്ചറൽ ഹസാർഡ്. അതിപ്പോ എന്താ പറയാ, അതൊരു റിസോഴ്സ് കോൺഫ്ലിക്റ്റിന്റെ ബേസിസിലായിരിക്കാം സ്ട്രക്ചറൽ ഹസാർഡ് വരുന്നത്. ദെൻ സോ അതാണ് റിഗാർഡിംഗ് ദ ഹസാർഡ്സ്. സോ ഇപ്പം ഈ ഒരു പെർട്ടിക്കുലർ യൂണിറ്റിൽ ഹസാർഡ്സ് നോക്കുക, പൈപ്പ് ലൈനിങ് ഇൻഫർമേഷൻസിന്റെ അത് നോക്കുക, ദെൻ ആ 3 അൽഗോറിതംസ് നോക്കുക. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ദെൻ വി ഹാവ് മോഡ്യൂൾ 4. മോഡ്യൂൾ 4 അഗെയിൻ കൺട്രോൾ ലോജിക് ഡിസൈൻ, അതായത് ഹാർഡ്വെയർ കൺട്രോൾ, മൈക്രോ പ്രോഗ്രാം കൺട്രോൾ, ഇതിനകത്തുള്ള ഇൻസ്ട്രക്ഷൻസും അതിൽ സീക്വൻസസ് എഴുതുന്നതും ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അത്
ഇതൊക്കെയാണ് അതിൽ മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് കാണുന്നത്. ഇതിന്റെ ഡയഗ്രാംസ് എന്തായിരുന്നാലും പഠിക്കുക. എല്ലാ ക്വസ്റ്റ്യൻസിനും അതിന്റെ ഡയഗ്രാം അവർ സ്പെസിഫിക് ആയിട്ട് തന്നെ ചോദിക്കുന്നുണ്ട്. വിത്ത് എ ഡയഗ്രാം എക്സ്പ്ലെയിൻ ഹൗ കൺട്രോൾ സിഗ്നൽസ് ആർ ജനറേറ്റഡ്, then what are the different elements involved in microcontrol unit, explain with a neat diagram. Then അടുത്തത് ഹാർഡ്വെയറിന്റെ കൺട്രോൾ യൂണിറ്റിന്റെ തന്നെയാണ് ഫ്ലോ ചാർട്ട് ചോദിച്ചിട്ടുണ്ട്. സോ ഇതിലെ എല്ലാത്തിലും മെയിൻ ആയിട്ട് എൻട്രി വരുന്നത് ഇമേജസ് ആണ്. അപ്പൊ അത് നോക്കുക, അത് പഠിച്ചിട്ട് പോകണം എന്തായിരുന്നാലും, അത് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ മൈക്രോ ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. സോ ഇതിലെ മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതൊക്കെ തന്നെയാണ് വരുന്നത്. അതുപോലെ PLA പ്രോഗ്രാമർ ലോജിക്കൽ അറേ, അതിന്റെ ഒരു ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു അതുപോലെ. അപ്പൊ ഇതിനകത്ത് നമുക്കറിയാം ഹാർഡ്വെയർഡ് കൺട്രോൾ ആൻഡ് മൈക്രോ പ്രോഗ്രാം കൺട്രോൾ, ഇത് നമുക്ക് പ്രോസസിംഗ് യൂണിറ്റ് പ്രോസസ്സറുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്, പ്രോസസിംഗിന്റെ റിലേഷനിൽ വരുന്നതാണ്. നമുക്ക് പ്രോസസ്സറിന് ഇറ്റ് ഷുഡ് ഹാവ് സം മീൻസ് ഓഫ് ജനറേറ്റിംഗ് ദ കൺട്രോൾ സിഗ്നൽ നീഡ് ഇൻ ദ പ്രോപ്പർ സീക്വൻസ്. നമ്മൾ ഒരു പെർട്ടിക്കുലർ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ പോവുകയാണെങ്കിൽ ആ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു സെറ്റ് ഓഫ് സിഗ്നൽസ് ജനറേറ്റ് ചെയ്യും. റൈറ്റ്, അതായത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റീഡിങ് എ പെർട്ടിക്കുലർ ഡേറ്റ ഫ്രം മെമ്മറി, ആ മെമ്മറി റീഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ നേരത്ത് നമുക്ക് കുറച്ച് സെറ്റ് ഓഫ് സീക്വൻസ് അവിടെ നടക്കുന്നുണ്ട്. ആ റിക്വസ്റ്റ് ജനറേറ്റ് ചെയ്യുന്ന, ആ റിക്വസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന, ഇൻ ആൻഡ് ഔട്ട് ആ പെർട്ടിക്കുലർ ഡേറ്റ റിക്വസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു റീഡ് സിഗ്നൽ പോവും, റീഡ് ചെയ്ത ഇൻഫർമേഷൻ അത് റൈറ്റ് ചെയ്ത് വരാനായിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു സിഗ്നൽ ഉണ്ട്. സോ ഇതെല്ലാം രണ്ട് രീതിയിൽ ചെയ്യാം. വൺ ഇസ് വാട്ട് വി കോൾ ആസ് ഹാർഡ്വെയർ കൺട്രോൾ. അപ്പൊ നമ്മൾ വയറിംഗ് അതിന്റെ ലോജിക്കൽ ഇതിൽ തന്നെയാണ് ചെയ്യുന്നത്. മറ്റേതാണ് മൈക്രോ പ്രോഗ്രാമിന്റെ കൺട്രോള്. ഹാർഡ്വെയർ സിസ്റ്റംസ് ഇത്തിരി കൂടെ സ്പീഡർ ആണ്. ഒബ്വിയസ്ലി അത് വയേർഡ് ആയതുകൊണ്ടാണ് അത്രയും സ്പീഡിലായിട്ട് വർക്ക് ചെയ്യുക. അതുകൊണ്ട് തന്നെ അത് ഫ്ലെക്സിബിൾ വിത്ത് ലിറ്റിൽ ഫ്ലെക്സിബിലിറ്റി ആണ്. അതിൽ ചേഞ്ചസ് വരുത്തണമെങ്കിൽ നമ്മൾ ഹാർഡ്വെയറിന്റെ ലെവലിൽ ചെന്നിട്ട് ചേഞ്ചസ് വരുത്തണം. സോ അത് നമുക്ക് ഡിഫിക്കൽട്ട് ആയിരിക്കും. അതേസമയം മൈക്രോ പ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോൾ പ്രോഗ്രാമിംഗിലാണ് നമ്മൾ ചേഞ്ചസ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് ഇത്തിരി കൂടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒന്നാണ്. ഇതിന്റെ അകത്ത് ഞാൻ വേറെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ടോപ്പിക്സ് മെയിൻ ആയിട്ട് ഇതിൽ ഹാർഡ്വെയർ കൺട്രോൾ, മൈക്രോ പ്രോഗ്രാം കൺട്രോൾ എന്താന്ന് നോക്കുക, അതിന്റെ ഇമേജസ് പഠിക്കുക. ദെൻ ചെറിയ ക്വസ്റ്റ്യൻസ് ആയിട്ട് കൂടുതലും ഈ വെക്ടർ മൈക്രോ ഇൻസ്ട്രക്ഷൻസ് തമ്മിലുള്ള വ്യത്യാസം. മൈക്രോ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞാൽ ആ ഓരോ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനുള്ള ചെറിയ ചെറിയ കോഡ്സ് ആണ്. അപ്പോൾ അത് നോക്കി വെക്കുക. അതാണ് ആ യൂണിറ്റിലുള്ളത്. ദെൻ 5th യൂണിറ്റിൽ വരുമ്പോൾ അതാണ് നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് യൂണിറ്റ്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഓർഗനൈസേഷനും ദെൻ മെമ്മറി സിസ്റ്റം, അതിന്റെ ഡേറ്റ ഏതാണ് ഇതിലുള്ളത്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഓർഗനൈസേഷൻ നമുക്കറിയാം, സിസ്റ്റത്തിന്റെ അകത്തുള്ള എല്ലാ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസും നമ്മുടെ സിസ്റ്റംസ് ഒക്കെ വി കുഡ് ഓൾവേസ് കോൾ ഇറ്റ് ആസ് എൻ ഇന്ററപ്റ്റ് പ്രിവെന്റ് മെഷീൻ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേറൊന്ന് പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ, ഇൻപുട്ട് റെസ്പോണ്ട് വിത്ത് റെസ്പെക്ട് ടു ഇന്ററപ്റ്റ്. അതായത് ഈവൻ എ കീ സ്റ്റോപ്പ് ഇസ് കൺസിഡർഡ് ടു ബി ആസ് എൻ ഇന്ററപ്റ്റ് എന്നാണ് പറയുന്നത് അല്ലെ. നമ്മൾ മെമ്മറി മാപ്ഡ് ആയും അതൊക്കെ നോക്കി വന്നതാണ്. ഓക്കെ, എനിവേ ഇന്ററപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പെർട്ടിക്കുലർ വാട്ട് ഇസ് എൻ ഇന്ററപ്റ്റ്. ഇന്ററപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സീക്വൻസ്, ഒരു പ്രോസസ്സിന്റെ അറ്റൻഷൻ റിക്വയർ ചെയ്യുന്ന ഏതൊരു പ്രോഗ്രാമും ഏതൊരു ഡിവൈസും ജനറേറ്റ് ചെയ്യുന്ന ഒരു സിഗ്നൽ ആണ് ഇന്ററപ്റ്റ് എന്ന് പറയാം. അത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ആർ ദ മെഷേഴ്സ് ടു ടേക്ക്. അതിനാണ് ഇന്ററപ്റ്റ് ഹാൻഡിലിംഗ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് അവർ പെർഫോം ചെയ്യാന്നുള്ളത്. ഒബ്വിയസ്ലി ഒരു ഇന്ററപ്റ്റ് വന്നു കഴിഞ്ഞാൽ ആ ഇന്ററപ്റ്റിന്റെ ടൈപ്പ് നോക്കും. അത് ഏറ്റവും പ്രയോറിറ്റി ഉള്ളതാണോ അല്ലാത്തതാണോ. പ്രയോറിറ്റി ഉള്ളതാണെങ്കിൽ അതിന് ചെയ്യേണ്ട സെറ്റ് ഓഫ് ഇതുണ്ട്. നോൺ പ്രയോറിറ്റി ആണെങ്കിൽ ഏത് ഇന്ററപ്റ്റ് ആണെങ്കിലും പ്രോസസ്സർ അറ്റ് ദ മൊമെന്റ് എന്താണോ എക്സിക്യൂട്ട് ചെയ്യുന്നത് അത് കംപ്ലീറ്റ് ആക്കിയിട്ട് അതിന്റെ കാര്യങ്ങൾ അത് സസ്പെൻഡ് ചെയ്യും അവിടെ വെച്ചിട്ട്. അതായത് ഏത് ഇൻസ്ട്രക്ഷനാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അത് കംപ്ലീറ്റ് ആക്കിയിട്ട് അതിന്റെ PC ഇൻഫർമേഷൻ ഒക്കെ സേവ് ചെയ്യും. പ്രോഗ്രാം കൗണ്ടർ അത് അറ്റ് ദ മൊമെന്റ് അത് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഏതാ എക്സിക്യൂട്ട് ചെയ്യണം അതൊക്കെ സേവ് ചെയ്തതിനു ശേഷം ആ ഇന്ററപ്റ്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇന്ററപ്റ്റ് ഹാൻഡ്ലിംഗ് അഗെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ നിങ്ങൾക്ക് വെക്ടേർഡ് ഇന്ററപ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കൺസെപ്റ്റ്സ് ഉണ്ട്. ദെൻ വെക്ടേർഡ് ഇന്ററപ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു കോഡാണ് അതിന്റെ കൂടെ പാസ് ചെയ്യുന്ന അഡ്രസ് ബിറ്റ്സിൽ. ദെൻ അതുപോലെ അടുത്ത് വരുന്നതാണ് ഡയറക്റ്റ് മെമ്മറി ആക്സസ്. ഡയറക്റ്റ് മെമ്മറി ആക്സസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇൻ ബിറ്റ്വീൻ നമ്മുടെ പ്രോസസ്സറിനെ ഡിസ്റ്റർബ് ചെയ്യാതെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യാനാണ് ഡയറക്റ്റ് മെമ്മറി ആക്സസ് യൂസ് ചെയ്യുന്നത്. ബട്ട് തിങ് ഈസ് ഈവൻ ദോ അങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞാലും ആ പെർട്ടിക്കുലർ ഡയറക്റ്റ് മെമ്മറി ആക്സസ് ഇനിഷ്യേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ പ്രോഗ്രാം ഇതാവണം എന്നുണ്ടെങ്കിൽ പ്രോസസ്സറിന്റെ തന്നെ പെർമിഷൻ നമുക്ക് വേണം. ദെൻ അതുപോലെയാണ് മെമ്മറിയിൽ വരുന്ന ടോപ്പിക്സ് ഇമ്പോർട്ടന്റ് ആണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെമ്മറി പഠിക്കാറുണ്ട്. സെമി കണ്ടക്ടർ മെമ്മറി, അതിന്റെ ഓർഗനൈസേഷൻ നിങ്ങൾക്ക് ഉണ്ട്. ദെൻ റോം, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റോം.
അത് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ അതുപോലെ ഇമ്പോർട്ടന്റ് ആണ് ക്യാഷ് മെമ്മറി. ക്യാഷ് മെമ്മറിയുടെ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ക്യാഷ് മെമ്മറി, അതിന്റെ മാപ്പിംഗ് ഫങ്ഷൻസ് എക്സെട്ര. അപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിൽ എടുത്തിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ദ മെക്കാനിസം ഇൻവോൾവ് ഇൻ ആക്സസിംഗ് ആൻ IO ഡിവൈസ്, ഡിസ്കസ് ദ റോൾ ഓഫ് IO ഓർഗനൈസേഷൻ, സ്റ്റെപ്പ് ടേക്കൺ ബൈ എ പ്രോസസ് ടു ഇന്ററാക്ട് വിത്ത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്. ഓരോന്നിന്റെ വരുന്ന ഡിഫറൻസ് എന്തൊക്കെയാണ്, അതിലാണ് മെമ്മറി മാപ്ഡ് IO അതൊക്കെ വരുന്നത്. ദെൻ എക്സ്പ്ലെയിൻ ഹൗ DMA is employed in an IO organization to enhance data transfer between peripheral device and memory. നമുക്കറിയാം DMAയുടെ ആവശ്യം വരുന്നത് എന്തുകൊണ്ടാണ്, പല ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസും നമ്മുടെ മെയിൻ മെമ്മറിയും തമ്മിലുള്ള സ്പീഡ് ഡിഫറൻസ് ഒക്കെ വരുന്നത് കൊണ്ടാണ് നമുക്ക് ഈ DMA പോലുള്ള എൻറ്റിറ്റീസ് ആവശ്യം വരുന്നത്. ബിക്കോസ് നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഒക്കെ കമ്പാരിറ്റീവ്ലി സ്ലോ ആണ്. ഈവൻ നമ്മൾ അടിക്കുന്ന കീബോർഡിൽ നമ്മൾ കൊടുക്കുന്ന കീ സ്റ്റോക്സ് ശരിക്കും അതിന്റെ കൂടെ മാച്ച് ആയിട്ട് വരില്ല. സോ നമ്മൾ പഠിച്ചിരുന്നു ഇതെല്ലാം ഒരു ബഫറിൽ തൽക്കാലത്തേക്ക് they would store and then it would be written back, right? So ആ ഡിഫറൻസസ് കൊണ്ടാണ്. അപ്പൊ എന്തിനാണ് DMA അങ്ങനെ. ദെൻ ഡിസ്കസ് ദ റോൾ ഓഫ് മാപ്പിംഗ് ഫങ്ഷൻസ് ഇൻ ക്യാഷ് മെമ്മറി. ക്യാഷ് മെമ്മറിയുടെ പ്രാധാന്യം എന്താണ്, ക്യാഷ് മെമ്മറി എന്തിനാണ് ഉപയോഗിക്കുന്നത്, ആ കാര്യങ്ങള്. ദെൻ ഓക്കെ, ഡയറക്ട് മാപ്പിംഗ്, അസോസിയേറ്റ് മാപ്പിംഗ്, സെറ്റ് അസോസിയേറ്റ് മാപ്പിംഗ്, ഇതാണ് ക്യാഷ് മാപ്പ് ചെയ്യാനുള്ള ഡിഫറെന്റ് ഓർഗനൈസിംഗ് മെത്തേഡ്സ്. ദെൻ സൈക്കിൾ സ്റ്റീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതായത് CPU സൈക്കിൾസ് നമ്മുടെ അതായത് പ്രോസസർ സൈക്കിൾസ് സ്റ്റീൽഡ് ബൈ DMA. അത് ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ റൈറ്റിംഗ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നതുകൊണ്ടാണ് അതിനെ സൈക്കിൾ സ്റ്റീലിംഗ് എന്ന് അവിടെ പറയുന്നത്. ദെൻ മെമ്മറി റിലേറ്റ് ചെയ്ത് വരുന്നത് ക്യാഷിന്റെ ഹിറ്റ് ഓർ മിസ്. ക്യാഷ് മിസ് എന്താണ്, ക്യാഷ് ഹിറ്റ് എന്താണ്, അതില് ഡേർട്ടി ബിറ്റ് എന്താണ്. Then differentiate between central best arbitration functions ഉണ്ട്, best arbitration methods എന്തൊക്കെയാണ്. Then അതൊക്കെയാണ് ഇതിന്റെ അകത്ത് മെയിൻ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്. ഇപ്പം ഇന്ററപ്റ്റ് ആൻഡ് ഡയറക്ട് മെമ്മറി കോമൺലി യൂസ്ഡ് മെക്കാനിസം ഫോർ ഇംപ്ലിമെന്റിംഗ് IO ഓപ്പറേഷൻ. സിസ്റ്റത്തിലുള്ള എല്ലാ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസും പെർഫോം ചെയ്യാൻ നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന രണ്ട് മെക്കാനിസംസ് ആണ് ഇന്ററപ്റ്റ്സും ഡയറക്ട് മെമ്മറി ആക്സസ്. ഇന്ററപ്റ്റിന്റെ പ്രാധാന്യം ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ കീബോർഡിൽ തന്നെ നമ്മൾ ഒരു കാര്യം പ്രസ് ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ ആക്ച്വലി ജനറേറ്റ് ആൻ ഇന്ററപ്റ്റ് എന്നാണ് പറയുന്നത്. ഇതുപോലെ എല്ലാ പെരിഫറൽ ഡിവൈസിലും എന്ത് ആവശ്യം ഉണ്ടെങ്കിലും വാട്ട് എവർ ദേ നീഡ് ടു ഗെറ്റ് പ്രോസസ്ഡ്, അവർക്ക് പ്രോസസറിനെ അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ററപ്റ്റ് സിഗ്നൽസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ ഇന്ററപ്റ്റ് സിഗ്നലിനും കറസ്പോണ്ടിങ് ആയിട്ട് അതിന് ചെയ്യേണ്ട സിനാരിയോസ് ഉണ്ട്. അപ്പൊ ഏത് ഇന്ററപ്റ്റ് ആണോ വരുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ് ഹാൻഡിൽ ചെയ്യേണ്ട മെക്കാനിസം ഉള്ളത്, ആ കോഡായിരിക്കും അപ്പൊ പ്രൊസസർ എക്സിക്യൂട്ട് ചെയ്ത് അത് സോൾവ് ചെയ്യാം. സോ അതാണ് വൺ ഓഫ് ദ വേ ത്രൂ വിച്ച് പ്രൊസസർസ് ഇന്ററാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഓൾ ദ ഇൻപുട്ട് ഡിവൈസസ് ഇന്ററാക്ടിംഗ് വിത്ത് പ്രൊസസർ എന്ന് പറയാം. പിന്നെ ഞാൻ പറഞ്ഞു ഡയറക്ട് മെമ്മറി ആക്സസ്, അത് ഒരു ബ്ലോക്ക് ഓഫ് മെമ്മറി ഡേറ്റ ഒരു ട്രാൻസ്ഫർ ചെയ്യുന്ന, ഒരുമിച്ച് ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെക്കാനിസം ആണ് ഡയറക്ട് മെമ്മറി ആക്സസ് എന്ന് പറയുന്നത്. വിത്തൗട്ട് ദ ഇന്റർവെൻഷൻ ഓഫ് പ്രൊസസർ. ഓരോ ബിറ്റ്സ് എഴുതുമ്പോഴേക്കും അത് ചോദിക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ബ്ലോക്ക് ഓഫ് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതുകൊണ്ടാണ് അതിനെ ഡയറക്ട് മെമ്മറി ആക്സസ് എന്ന് നമ്മൾ പറയുന്നത്. ഇന്ററപ്റ്റും ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീൻസ് ഇമ്പോർട്ടന്റ് ആണ്, ടൈപ്സ് ഓഫ് ഇത് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഡയറക്ട് മെമ്മറി ആക്സസ് അഗൈൻ ഒരു സ്പെഷ്യൽ കൺട്രോൾ യൂണിറ്റ് ആണ് ടു ട്രാൻസ്ഫർ എ ബ്ലോക്ക് ഓഫ് ഡേറ്റ ബിറ്റ്വീൻ IO device and the main memory without continuous intervention by the processor. പ്രോസസറിനെ എപ്പോഴും ഡിസ്റ്റർബ് ചെയ്യാതെ കണ്ടിന്യൂസ് ബ്ലോക്ക് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. കൺട്രോൾ യൂണിറ്റ് വിച്ച് പെർഫോം ദീസ് ട്രാൻസ്ഫർ ഓഫ് IO ഓപ്പറേഷൻ, അതിന് ഒരു പെർട്ടിക്കുലർ ഇന്റർഫേസ് സർക്യൂട്ട് ഉണ്ട്, DMA കൺട്രോളർ എന്നാണ് അങ്ങനെ പറയുന്നത്. Then other important technique related to memory, ഞാൻ മുന്നേ എടുത്തിട്ടുള്ളൂ. Effective with respect to size and speed of memory. ഇപ്പൊ ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു സ്പീഡ് ആണ്. പ്രോസസറിന്റെ വർക്കിങ്ങിന്റെ സ്പീഡിന് മാച്ച് ആയിട്ട് നമ്മുടെ മെയിൻ മെമ്മറി ഒരിക്കലും വർക്ക് ചെയ്യില്ല. മെയിൻ മെമ്മറിയുടെ സ്പീഡും പ്രോസസറിന്റെ സ്പീഡും ഡിഫറെന്റ് ആണ്. ആ സ്പീഡ് വ്യത്യാസം നമ്മൾ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു എൻറ്റിറ്റിയാണ് ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. ക്യാഷ് മെമ്മറിയുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ് എന്നാണ് പറയാം. ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ്, അതായത് ഒരു പെർട്ടിക്കുലർ ഇൻഫർമേഷൻ അറ്റ് ദ മൊമെന്റ് ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ഇപ്പൊ എക്സിക്യൂട്ട് ചെയ്ത ഒരു പ്രോസസ്സ് ആവശ്യപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻഫർമേഷൻ മാത്രമല്ല അതെടുത്തിട്ട് വരാം ക്യാഷിൽ സൂക്ഷിക്കാനായിട്ട്. അതിന് ചുറ്റുപാടുള്ള 5-6 ഇൻഫർമേഷൻ, ഇപ്പൊ നമ്മള് മെമ്മറി ആയതുകൊണ്ട് പേജസ് എന്ന് പറയും അല്ലെ. അപ്പൊ അതില് പേജ് ഏതാണ് ഇപ്പം അറ്റ് ദ മൊമെന്റ് ഇത് വായിക്കുന്നത് അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ഓൾവേസ് കൺസിഡർ ബൈ ടേക്കിംഗ് ABC വിത്ത്. എന്താണ് അതിന്റെ തോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ A ചോദിച്ചാൽ അതിനർത്ഥം തൊട്ടടുത്ത് തന്നെ ബിയും സിയും ഞാൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ദർസ് എ ചാൻസ് ഓഫ് റെഫറിംഗ് ടു ദീസ് 2 പേജസ് എന്നുള്ള എസംഷനിലാണ് ക്യാഷിലേക്ക് എപ്പോഴും ഇത് റീഡ് ചെയ്ത് കൊണ്ടുവരാം. സോ അതാണ് ക്യാഷ് മെമ്മറിയുടെ കൺസെപ്റ്റ്. അപ്പം ഇതിലെ സ്പീഡ് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ ഇൻ കേസ് പ്രോസസർ ഇപ്പോ A എന്നാണ് ചോദിച്ചത്, അടുത്ത C എന്ന് ചോദിക്കുവാണെങ്കിൽ മെമ്മറിയിൽ പോയി റീഡ് ചെയ്യാതെ ക്യാഷിൽ തന്നെ ആ ഇൻഫർമേഷൻ നമുക്ക് എടുക്കാം. ഇനി
whenever a processor is seeking for something, അതായത് whenever it is reading something, ഫസ്റ്റ് എപ്പോഴും അത് ചെക്ക് ഇൻ ചെയ്യാൻ പോകുന്നത് ക്യാഷിലായിരിക്കും. അതവിടെ ക്യാഷിൽ അവൈലബിൾ ആണെങ്കിൽ ദാറ്റ് ഇസ് കൺസിഡർഡ് ആസ് എ ക്യാഷ് ഹിറ്റ്. ഇനി ക്യാഷ് ഹിറ്റ് അല്ലാന്നുണ്ട് ക്യാഷ് മിസ് ആണെങ്കിൽ ദർ ആർ അതർ മെഷേഴ്സ് വിച്ച് വിൽ ബി ടേക്കൺ. അതായത് ഏതാണോ മിസ്സായ ഇൻസ്ട്രക്ഷൻ അത് പോയിട്ട് അത് ഫെച്ച് ചെയ്ത് കൊണ്ടുവരും. അപ്പം അഗെയിൻ അതങ്ങനെ ഫെച്ച് ചെയ്ത് കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോഴാണ് നമുക്ക് വേറെ കുറച്ച് കൺസെപ്റ്റ്സും കൂടെ അവിടെ കൺസിഡർ ചെയ്യേണ്ടി വരുന്നത്. ഇത് ഡേർട്ടി ബിറ്റ് എന്ന് പറഞ്ഞൊരു പോയിന്റ് നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു. ഡേർട്ടി ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു പേജ് മെമ്മറിന്ന് ഫെച്ച് ചെയ്ത് ക്യാഷിൽ കൊണ്ടുവച്ചു, അത് പ്രോസസർ എക്സിക്യൂട്ട് ചെയ്യാൻ ഉപയോഗിച്ചു, അതിൽ എന്തെങ്കിലും ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആ അപ്ഡേഷനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്ന ബിറ്റ് ആണ് ഡേർട്ടി ബിറ്റ്. ഓക്കെ, അപ്പൊ ആ ഡേർട്ടി ബിറ്റ് ഐഡന്റിഫൈ ചെയ്തിട്ടാണ് സിസ്റ്റം മനസ്സിലാക്കുക വെദർ ഇറ്റ് നീഡ് ടു ബി റിട്ടേൺ ബാക്ക് ഇൻ ടു ദ മെമ്മറി ഓർ നോട്ട്. ഒരു ഡേർട്ടി ബിറ്റ് ഇനിഷ്യലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ദേ നോ ദാറ്റ് ഓക്കെ അതിൽ ചേഞ്ച് ഉണ്ട്, സോ ഇറ്റ് നീഡ് ടു ബി റിട്ടേൺ ബാക്ക്. അതായത് അതിനെ അവിടെ അവര് തിരിച്ച് റൈറ്റ് ചെയ്യും. അതർവൈസ് ഇറ്റ്സ് അല്ലാന്നുണ്ടെങ്കിൽ ദേ ഡോണ്ട് ഹാവ് ടു റൈറ്റ് ഇറ്റ് ബാക്ക്, ദേ ജസ്റ്റ് ഹാവ് ടു റിമൂവ് ഇറ്റ്. ഓക്കെ, സോ അപ്പൊ അങ്ങനെ വരുമ്പോ ഇത് എപ്പോഴാണ് ഇവർ ഇതെല്ലാം കൺസിഡർ ചെയ്യുന്നത്? വെൻ ദേ ഹാവ് ടു ബ്രിങ് എ ന്യൂ പേജ് അല്ലെങ്കിൽ ന്യൂ ഇൻഫർമേഷൻ ഇൻ ദ ക്യാഷ്. അപ്പോഴാണ് ഇതെല്ലാം അവർ കൺസിഡർ ചെയ്തത്. അപ്പൊ ക്യാഷിൽ മിസ്സായ ഒന്ന് ക്യാഷിൽ മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡേറ്റ പോയിട്ട് കളക്ട് ചെയ്ത് ക്യാഷിൽ കൊണ്ടുവന്ന് വെക്കും. ഓക്കെ, അതാണ് ക്യാഷ് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു മെക്കാനിസം ഉണ്ട്. ഐ തിങ്ക് അതിലെ പ്രോട്ടോകോൾസും മറ്റൊക്കെ ഉണ്ട്. വി ക്യാൻ റെഫർ ടു ഇറ്റ്. ദെൻ സിമിലർലി വെർച്വൽ മെമ്മറി ഓൾറെഡി അറിയായിരിക്കും. ആക്ച്വലി ഇറ്റ് ഹെൽപ്പ് ഇൻ ഇൻക്രീസിംഗ് ദ സൈസ്. ഒരാള് സ്പീഡിനെയാണ് ഹെൽപ്പ് ചെയ്യുന്നതെങ്കിൽ വെർച്വൽ മെമ്മറി നമുക്ക് അതിന്റെ സൈസിനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഇതിൽ അധികം ഐ തിങ്ക് ഓയസിലാണ് ഇതിൽ കൂടുതലുള്ളത്. സോ എനിവേ വെർച്വൽ മെമ്മറി എന്ന് പറയുമ്പോൾ വളരെ വലിയ പ്രോഗ്രാംസ് ആണെങ്കിലും നമുക്ക് അത്രയും മെമ്മറി സ്പേസ് ഇല്ലെങ്കിൽ കൂടി നമുക്ക് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഇറ്റ് ഓൾവേസ് ക്രിയേറ്റ് ദാറ്റ് ഇല്യൂഷൻ ദാറ്റ് വി ആർ ഹാവിംഗ് എ ബിഗ് മെമ്മറി. ഓക്കെ, ഇപ്പൊ തൽക്കാലം വെർച്വൽ മെമ്മറി ഐ വിൽ സ്റ്റോപ്പ് ഇൻ ദാറ്റ്. So one way to reduce the memory access time is to use the cache memory. So അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ക്യാഷ് പ്രിഫർ ചെയ്യുന്നത്. ദെൻ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് സെമി കണ്ടക്ടർ മെമ്മറി ആണ്. ടൈപ്സ് ഓഫ് സെമി കണ്ടക്ടർ മെമ്മറി നമുക്കറിയാം, എല്ലാം സെമി കണ്ടക്ടർ ബേസ്ഡ് മെമ്മറി ആണ് നമ്മുടെ കയ്യിലുള്ളത്. രണ്ട് കാറ്റഗറി ആണ്, റാം ഉണ്ട്, റോം ഉണ്ട്. റാൻഡം ആക്സസ് മെമ്മറി ആണ് റാം, റീഡ് ഓൺലി മെമ്മറി ആണ് റോം. ഇത് രണ്ടിന്റെയും ഡിഫറെന്റ് ടൈപ്സ് പഠിക്കണം. സോ ടൈപ്പ് ഓഫ് മെമ്മറി ഹാവ് ഇൻക്ലൂഡഡ് റാം, സ്റ്റാറ്റിക് റാം ഉണ്ട്, ഡൈനാമിക് റാം ഉണ്ട്. അതിന്റെ ഡിഫറൻസ് എന്തായിരുന്നാലും നോക്കിയിട്ട് പോകണം, ദാറ്റ്സ് ഇമ്പോർട്ടന്റ്. റോമിൽ അഗൈൻ റീഡ് ഓൺലി മെമ്മറിയുടെയും ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി ഉണ്ട്, ഇലക്ട്രിക്കലി ഇറേസിബിളി പ്രോഗ്രാമബിൾ ഉണ്ട്, ഇലക്ട്രിക്കലി ഇറേസിബിളി പ്രോഗ്രാമബിൾ ഉണ്ട്. സോ ഇതിനെല്ലാവരുടെയും ഡിഫറൻസസ് എന്താണ് അതിന്റെ പോസിറ്റീവ് സൈഡ് എന്താണ്, അതിന്റെ നെഗറ്റീവ് സൈഡ് എന്ന് നോക്കണം. എസ്പെഷ്യലി സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് അവരുടെ വ്യത്യാസം നോക്കിയിട്ട് പോവാം. ദെൻ ക്വസ്റ്റ്യൻസിലൊക്കെ കണ്ട വേറൊരു ഇതാണ് ഇന്റേണൽ ഓർഗനൈസേഷൻ ഓഫ് മെമ്മറി ചിപ്സ്. അഗെയിൻ ഇന്റേണൽ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഇതിപ്പോ ഒരു 8 ബിറ്റ് ഒരു ഇതാണ് കാണിക്കുന്നത്. ഇതിന്റെ അഡ്രസ് ഡീകോഡർ ഉണ്ട്. ആ അഡ്രസ്സിൽ ഇതിപ്പോ 4 ബിറ്റ് ആണ് റെഫർ ചെയ്യുന്നത്. ഈ 4 ബിറ്റിൽ വരുന്ന ഡേറ്റ അത് ഡീകോഡ് ചെയ്തിട്ട് ഇതിലുള്ള വയേഴ്സ്, അതായത് ഇത് ഓരോന്നും വേർഡ് ലൈൻസ് ആണ്. ഈ മെമ്മറി സെൽസിലാണ് ഡേറ്റ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്ത് വെക്കുക. റീഡ് ഓർ റൈറ്റ് ഓപ്പറേഷൻ ആണോ എന്ന് നോക്കാനാണ് ഇത്. സെൻസർ ഉണ്ട്, അതാണ് അതിന്റെ അകത്ത് നിന്ന് ബിറ്റ്സ് ഏതൊക്കെ വേലയോ ആണ് വരുന്നത് നോക്കുന്നത്. ഇതാണ് അതിന്റെ ഇൻപുട്ട് അല്ല ഔട്ട്പുട്ട് ലൈൻസ്. ഡേറ്റ ഔട്ട്പുട്ട് വരുന്നത്, ഡേറ്റ ഇൻപുട്ട് ആസ് വെൽ ആസ് ഔട്ട്പുട്ട് രണ്ടും ഇതിലിങ്ങനെ തന്നെയാണ് പെർഫോം ചെയ്യുന്നത്. ഈ ഓർഗനൈസേഷനിൽ നോക്കുമ്പോൾ ഈച്ച് മെമ്മറി സെൽ ക്യാൻ ഹോൾഡ് 1 ബിറ്റ് ഇൻഫർമേഷൻ. ഇതിലെ ഓരോ കുഞ്ഞു സെല്ലിന്റെ കാര്യമാണ് ഈ പറയുന്നത്, ദിസ് വൺ. ഓക്കെ, അങ്ങനെയുള്ള ഓരോ സെല്ലാണ് 1 ബിറ്റ് ഇൻഫർമേഷൻ വരുന്നത്. മെമ്മറി സെൽ ഓർഗനൈസേഷൻ അത് നമ്മളൊരു അറേ ആയിട്ട് കൺസിഡർ ചെയ്യുക. One row is considered to be as one memory word. One row is considered as one memory word. Then all cells of a row are connected with what we call it as a word line. എല്ലാം കണക്ട് ചെയ്തിരിക്കുന്ന ഈ W0, W1 അങ്ങനെ കാണിച്ചതാണ് അതിന്റെ word lines എന്ന് പറയുന്നത്. Then word line is connected to the address decoder to drive the word line. ഏത് ലൈൻ ആണ്, അപ്പൊ അതിലെ 4 ബിറ്റ് ആണ്. That means എത്ര 4 ബിറ്റ് ആവുമ്പോൾ നമുക്ക് 16. അപ്പൊ 0 to 15 വേർഡ് ലൈൻസ് ഇവിടെ ഉണ്ട്, 0 to 15. ഇതിൽ ഏതാണ് അത് ചോദിക്കുന്നത് അത് റിട്രീവ് ആയിട്ട് കിട്ടും. സെൻസർ റൈറ്റ് സർക്യൂട്ട്സ് ഉണ്ട്, അതിലാണ് കണക്റ്റഡ് ടു ദ ഡേറ്റ ഇൻപുട്ട് ഔട്ട്പുട്ട് ലൈൻ ഓഫ് ദ മെമ്മറി ചിപ്പ്. ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻസിൽ 1 വേർഡ് ലൈൻ ഇസ് എനേബിൾഡ് ഡിപ്പെൻഡിങ് ഓൺ ദ അഡ്രസ് പ്രസന്റ് ഇൻ ദ അഡ്രസ് ബസ്. അപ്പൊ ഈ അഡ്രസ് ബസ്സിൽ A0, A1, A2, A3 വരുന്ന വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും ഇതിലെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വേർഡ് ലൈൻ ആക്റ്റീവ് ആയിരിക്കും. അപ്പൊ ആ ഒരു പെർട്ടിക്കുലർ റോ നമുക്ക് റീഡ് ചെയ്യാനോ അതിലേക്ക് റൈറ്റ് ചെയ്യാനോ കഴിയും. സോ അതാണ് അതിലെ പോയിന്റ്.
Then the cells in each column, cells in each column are connected by 2 lines. These are known as bit line. Okay. Pinne memory chip consisting of 16 words of 8 bit each, usually referred to as 16 into 8 organization. ഈ കാണുന്നത് 16 into 8 organization ആണ്. അതെങ്ങനെയാ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇവിടെ 4 ആണ് അഡ്രസ് ലൈൻ. അപ്പൊ 4 ബിറ്റ് ആവുമ്പോൾ നമുക്ക് അറിയാം എന്താണ് 16 ആണ്. അപ്പൊ 0 to 15. ദെൻ ഇവിടെ 0 to 7 ആണ്. അപ്പം മൊത്തം 8 ബിറ്റ്സ് ആണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് 16 into 8 ഓർഗനൈസേഷൻ ആണ്. ഞാൻ കണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതുപോലെ ഓർഗനൈസേഷൻ വരയ്ക്കാനായിട്ട് ചോദിക്കുന്നുണ്ട്. സോ അതുകൊണ്ടാണ് അത് ഇൻക്ലൂഡ് ചെയ്തത് പറഞ്ഞത്. The data input and data output line of sense and write are connected to a single bidirectional data line in order to reduce the pin. അത് then 16 word എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടത് 4 അഡ്രസ് ലൈൻസ് ആണ്. Then രണ്ട് കൺട്രോൾ ലൈൻ ആണുള്ളത്. റീഡ് ഓർ റൈറ്റ് ആണോ നോക്കാനുള്ളതാണ് ഒന്ന്. Then chip select. ഇതിൽ ഏത് ചിപ്പാണ് സെലക്ട് ചെയ്യുന്നുള്ളതാണ് ഇവിടെ ഈ CS എന്ന് പറയുന്ന ചിപ്പ് സെലക്ട് ആണ്. Then read or write എന്നുള്ളതാണ്. സോ അത് സിമിലർലി 128 into 8 മെമ്മറി ചിപ്പ് ഓർഗനൈസേഷൻ ഉണ്ട്. അതിൽ ടെക്സ്റ്റില് വേറെ ഓർഗനൈസേഷൻ കൊടുത്ത ഇതിപ്പോ ഞാൻ 128 into 8 ബിറ്റ് ഓർഗനൈസേഷൻ ഇതിൽ വെച്ചിട്ടുണ്ട്. സോ ഇത് ഇത്ര അല്ലാതെ ഡീറ്റെയിൽ ചെയ്ത് പോകാനാണെങ്കിൽ ഈ സ്റ്റാറ്റിക്കും ഡൈനാമിക് റാം തമ്മിലുള്ള വ്യത്യാസം നോക്കുക, അതിന്റെ ഇമേജസ് പഠിക്കുക, ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള ആ ഇമേജ് പഠിക്കുക, അതിന്റെ തമ്മിലുള്ള കപ്പാസിറ്ററും ട്രാൻസിസ്റ്ററും തമ്മിലുള്ള വ്യത്യാസം കൊണ്ടാണ് അവർ തമ്മിലുള്ള ആ വേരിയേഷൻ വരുന്നത്. ആ ഡിഫറൻസസ് ഇമേജ് ഇൻക്ലൂഡ് ചെയ്ത് തന്നെ വരയ്ക്കണം ഇൻ കേസ് ദേ ആർ ആസ്കിംഗ് ഫോർ ഇറ്റ്. സോ ഐ തിങ്ക് ഇത്രയാണ് നിങ്ങളുടെ 5 യൂണിറ്റ്സിലും ഓൾമോസ്റ്റ് എനിക്ക് പ്രാധാന്യം ഉണ്ടെന്ന് തോന്നുന്ന ടോപ്പിക്സ് ആണ് ഞാനൊന്ന് റഫായിട്ട് പറഞ്ഞു പോയത്. അറ്റ്ലീസ്റ്റ് ഇത്രയും ടോപ്പിക്സ് എങ്കിലും കവർ ചെയ്ത് പോകാൻ ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് യൂണിറ്റ് ദെൻ ദിസ് 5th യൂണിറ്റ് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചു പോവാവുന്നതാണ്. ഫസ്റ്റ് യൂണിറ്റ് അതുപോലെ ദിസ് വൺ ദെൻ പൈപ്പ് ലൈൻസ് ആ കൺസെപ്റ്റ്സ് ഒക്കെ കുറച്ച് എളുപ്പമാണ്, വേഗം മനസ്സിലാക്കാവുന്ന ടോപ്പിക്സ് ആണ്. സെക്കൻഡും ദെൻ കൺട്രോൾ, മൈക്രോ കൺട്രോൾ അതൊക്കെയാണ് കുറച്ച് ഡിഫിക്കൽട്ട് എന്ന് തോന്നുന്നു. ബാക്കി ഇപ്പൊ ഈ പറഞ്ഞ ഇത്രയും ഇൻക്ലൂഡ് ചെയ്ത ടോപ്പിക്സ് എങ്കിലും നിങ്ങൾ നന്നായിട്ട് നോക്കിയിട്ട് പോവുകയാണെങ്കിൽ ഐ തിങ്ക് ഇറ്റ് വുഡ് ബി ഇനഫ് ടു സ്കോർ good marks. Okay, so with which actually I think I will conclude today. So I would like to thank Reshma ma'am on behalf of Neuron community and all the students present here for taking the session. And also wish everyone the best of luck for the upcoming exams. Yes, all the best to all of you. Do well. Ma'am, ഈ റിസോഴ്സസ് PPTs അതൊരു ഡ്രൈവിന്റെ ലിങ്ക് ആയിട്ട് ഷെയർ ചെയ്യാമോ? Oh yeah. Can I share it to you so that you can share with them? Because Yeah, okay. I would actually share it with you. Okay. Okay, Thank you. Okay. Okay. Can I